ഞാൻ ഈ അടുത്ത് എന്റെ ഭാര്യ നമുക്ക് ഒരു സാധനം വാങ്ങാൻ പോയ സമയത്ത് ഡിഷ് വാഷർ എന്ന് പറയുന്ന ഒരു സാധനം പെറ്റ എല്ലാവരും ആണ് വാങ്ങുന്നത്. ഇനിയിപ്പോ അത് പാത്രം കഴുകണപ്പോൾ ഇപ്പൊ നിങ്ങൾക്കില്ല. അപ്പൊ ഡിഷ് വാഷർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് അതൊന്ന് പോയി നോക്കാം. ഞാൻ ആ സാധനം പോയി നോക്കിയപ്പോ അയാൾ എന്നോട് പറഞ്ഞത് പല ടൈപ്പ് ഉണ്ട്, അതിൽ വൈഫൈ ഉള്ളതുണ്ട്. വൈഫൈ ഉള്ളത് എന്ത് സാധനം വൈഫൈ? അതിങ്ങനെ കട്ടുമ്പോൾ ഇങ്ങനെ കിടന്നിട്ട് വൈഫൈയിൽ കൊടുത്താൽ എപ്പോഴാണ് കഴുകി വെച്ചാൽ മുമ്പിൽ കഴുകി വെച്ചോളൂ. അപ്പൊ പാത്രം രാത്രി അതിൽ വെച്ചിട്ട് നിങ്ങൾ സുബൈക്ക് എണീക്കുമ്പോൾ ഓണാക്കി കൊടുത്താൽ നിങ്ങൾ വർക്കിലേക്ക് പോകുന്നു വേണ്ട, നിങ്ങൾ ഫോണിൽ ഓണാക്കിയാൽ മതി. അല്ലെ, ഫാൻ ഫോണിൽ ഓണാക്കാം, AC ഫോണിൽ ഓണാക്കാം, വാഷിംഗ് മെഷീൻ ഫോണിൽ ഓണാക്കാം, ഡിഷ് വാഷർ ഫോണിൽ ഓണാക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് അടുക്കളയ്ക്ക് പോകണം, ബെഡ്റൂമിൽ തന്നെ ഓണാക്കിയാൽ മതി, ഒക്കെ ശരിയാവും. കാണാം. ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞു? മനുഷ്യന്റെ ജീവിതത്തെ എളുപ്പമാക്കാൻ എല്ലാ ആളുകൾക്കുമുള്ള സാധനങ്ങൾ, ആപ്പുകൾ, സംവിധാനങ്ങൾ നാട്ടിൽ വന്നു. ഇനി എന്തൊക്കെ വേണ്ടത്? എല്ലാം വന്നു. പക്ഷെ മക്കളെ പോറ്റാൻ ഒരൊറ്റ ആപ്പില്ല. ഞാൻ കമ്പ്യൂട്ടറിൽ വെച്ച് വൈഫൈയിൽ എടുത്തിട്ട് ഓണാക്കിയ സുബൈക്ക് മക്കൾ ഇരിക്കില്ല. അതിനെ പോയിട്ട് കുത്തി മറിച്ചിട്ട് തന്നെ വേണം. ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കണം, നടക്കുന്നിക്ക് പറയാൻ ഇല്ല. മക്കളെ എങ്ങനെ പോറ്റണം? മക്കളെ നിങ്ങൾ പുതിയ തലമുറയുടെ വാക്ക് പറഞ്ഞാല് മാനുവൽ ആക്കി പോറ്റണം. നിങ്ങൾ ഓട്ടോമാറ്റിക് ഇല്ല, അതിനെ കൃത്യമായിട്ട് മാനുവൽ ആക്കി പോറ്റണം. അല്ലെ, ഉമ്മ അങ്ങനെ കിടക്കുകയാണ്, കുട്ടി ഇങ്ങനെ തൊട്ടിലെ കിടന്ന് കറിയാണ്. അപ്പൊ ഉമ്മ ഇങ്ങനെ വൈഫൈ ഓണാക്കിയ പാല് കുട്ടിയുടെ വായിലെത്തൂലെന്നു. ആ സിസ്റ്റം ഒന്നും കൂടില്ല. കുട്ടികളെ മാനുവൽ ആയിട്ട് പോറ്റണം. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും അനുഭവിക്കുന്നത്. മക്കളെ വളർത്താനുള്ള ഒരു ആപ്ലിക്കേഷനോ മക്കളെ വളർത്താനുള്ള ഒരു സോഫ്റ്റ്വെയറോ കണ്ടെത്താൻ ഇതുവരെ ആർക്കും കഴിയില്ല. മക്കള് പിടിവിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ മാത്രം പ്രശ്നമല്ലത്. കാരണം കുട്ടി കാണുന്നതും കേൾക്കുന്നതും ആധുനികതയുടെ ഈ പ്രശ്നങ്ങളൊക്കെയാണ്. ഒരു കല്യാണത്തിന് ഞാനും മക്കളും ഭാര്യയൊക്കെ ഒരു കല്യാണത്തിന് പോയി. മുമ്പ് നമ്മുടെ വീട്ടിനടുത്ത് താമസിച്ചിരുന്ന അയൽവാസിയുമായി ബന്ധപ്പെട്ടൊരു കല്യാണത്തിന് പോയി കഴിയുമ്പോൾ അവിടെ കയറുമ്പോൾ തന്നെ വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ തന്നെ ടും 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 എന്ന് ഒച്ച കേൾക്കുന്നത്. ഭയങ്കര പാട്ടാണ്. പാട്ട് തന്നെ വർത്തനം വരെ കഴിയില്ല, അത്രയും വലിയ പാട്ടാണ്. അപ്പൊ അരോചകമാകുക നമുക്ക്. അപ്പൊ നേരെ പോയി അവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് വേഗം ചോർന്ന് വേഗം ഇറങ്ങി കാറിൽ കയറി ഇങ്ങനെ പോകുന്ന സമയത്ത് ഡിസ്കഷൻ, എന്താ ഇപ്പൊ കല്യാണം, ഇങ്ങനെ ഒന്ന് വർത്താനം പറയാം. ഉണ്ടാകില്ല, ഒച്ചോണ്ട് വന്നാൽ എന്താ അസ്സലാമു അലൈക്കും എന്നാ കേൾക്കൂല, അമ്മതിരി ഒച്ച. അപ്പൊ അത് കഴിഞ്ഞ് വേഗം ഇറങ്ങി അവിടെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി കാറിൽ കയറി പോരുമ്പോ വണ്ടിയിൽ ഇങ്ങനെ ചർച്ച ചെയ്യും ഞാനും വൈഫും കൂടി, എന്താ ഇപ്പൊ കാലത്ത് കല്യാണം ഉണ്ടാ കഴിയില്ലല്ലോ, അവിടുന്ന് സലാം പറഞ്ഞാൽ കേൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭർത്താവ് പറഞ്ഞപ്പോൾ നമ്മൾ പറയാണ് ആ പെണ്ണാണെങ്കിൽ ആ സ്റ്റേജിൽ വന്ന് അങ്ങനെ സ്റ്റേജിൽ ആ പെണ്ണുള്ളത് പാട്ടിനോട് ഡാൻസ് ഒക്കെ കളിച്ചു. കണ്ടാ, അപ്പൊ ഈ സ്റ്റേജിലാ പെണ്ണുള്ളത്. അപ്പൊ ഞങ്ങൾ കാറിൽ ഇങ്ങനെ പറയാം സ്റ്റേജിലപ്പോ ആ പെണ്ണ് വന്നിരിക്കുന്നത്, എന്താ എന്റെ കഥ ഞാനും വൈഫും പറഞ്ഞപ്പോ ബാക്കിൽ ഇരിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന എന്റെ മോള് ചോദിക്കുക, ഉമ്മ കല്യാണത്തിന് മുന്നേ ഈ പെണ്ണ് എവിടെ ഇരിക്കുക? അപ്പൊ ഞാൻ വണ്ടിന്റെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഓള് കൺഫ്യൂഷൻ ഇല്ല, ഇത് എവിടെ ഈ പെണ്ണ് ഇരിക്കുക? ഓള് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. കാരണം യൂട്യൂബിൽ കാണുന്നതും അവള് ഷോർട്സ് കാണുന്നതും റീൽസ് കാണുന്നതും മുസ്ലിം കല്യാണം നമുക്ക് എന്താ കാണുന്നത്? അപ്പൊ നമ്മള് ഇതെല്ലാം മോളെ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മളൊരു പഴഞ്ചനായി, പാപ്പ പഴഞ്ചനായി. ഈ പഴഞ്ചന്മാരൊന്നും കുട്ടികൾക്ക് അംഗീകരിക്കില്ല. ഇതിൽ ഏതെങ്കിലും മാഷന്മാരോ ടീച്ചർമാരോ ഉണ്ടോ എന്ന് കൈമുക്കി? ഇതൊക്കെ എന്താ ടീച്ചർമാരാ മാഷന്മാരുണ്ടോ? കൈമുക്കി ഉണ്ടോ? 50 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും മാഷന്മാരോ ടീച്ചർമാരോ ഉണ്ടോ കൈമുക്കി? കഴിഞ്ഞ കഥ. നിങ്ങൾക്ക് ഒരിക്കലും കുട്ടികളെ പഠിക്കാൻ കഴിയില്ല. കുട്ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനൊക്കെ അനുഭവിക്കുന്ന പ്രശ്നം, ഞാൻ 50 വയസ്സ് തന്നെ കുട്ടികളെ അക്സെപ്റ്റ് ചെയ്ത ഇത്ര തന്ത ഇയാൾക്ക് എന്ത് തന്ത കളിക്കും. ഇനി ആർക്കാ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുക? കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുക 50 വയസ്സിന് താഴെ ചെറുപ്പക്കാരായിട്ടുള്ള പെണ്ണുങ്ങൾ നിങ്ങളെ സ്കൂളിൽ ഉണ്ടാവും. അവരെ കുട്ടികൾ കറക്റ്റ് ആയിട്ട് നോക്കും. കാരണം ഒരു ക്ലാസ് എടുക്കാൻ എങ്ങനെ സെറ്റല്ലേ, വൈബല്ലേ, നമുക്ക് ക്ലാസ് എടുക്കാൻ. നമ്മൾ ഞാൻ B.Ed പഠിച്ചത് 2003 B.Ed പഠിച്ചത് എന്റെ കാലത്ത് സെറ്റല്ലേ, വൈബല്ലേ, സാന്തല്ലേ. ഞങ്ങൾ എങ്ങനെ ക്ലാസ് എടുക്കും? ഞങ്ങൾ പഠിച്ചില്ലല്ലോ. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞ ഒരു ടീച്ചർക്ക് 50 വയസ്സ് കഴിഞ്ഞ ഒരു മാഷക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. കുട്ടി ആ മാഷെ അനുസരിക്കില്ല, കുട്ടി ആ മാഷെ മല്ലിയെന്തോ പറഞ്ഞു. ചെറുപ്പക്കാരെ വെച്ച് നിങ്ങൾ കണ്ടില്ല ഇപ്പൊ കുട്ടികൾ പഠിക്കുക എങ്ങനെയാ? സ്കൂളിൽ പോയിട്ട് കുട്ടികൾ പഠിക്കില്ല. സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികൾ വെറുതെ ഇരിക്കുന്നു. എന്നിട്ടോ വീട്ടിലെത്തിയിട്ട് പരീക്ഷയുടെ സമയത്ത് അവര് കയറിയാണ്ട് ഒരു എക്സാം വിന്നർ ഉണ്ടാവും. 1 ഡേ ക്ലാസ്. ആ ക്ലാസ് ഒക്കെ കേട്ടോ നമ്മൾ ബോധം കിട്ടും വീഴും. അങ്ങനെ ക്ലാസ് എടുക്കാൻ 50 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 1 മണിക്കൂർ ക്ലാസ് എടുത്ത അയാള് ബാബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആക്കിയിട്ടുണ്ട്. ആ ചെക്കന്മാര് ക്ലാസ് എടുക്കുന്ന ആർപ്പും പുള്ളിയും സാധനം ഒച്ചപ്പുള്ളിയും ഇത് വരും, ഉറപ്പായാലും വരും. കുട്ടികൾ മതി പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്ന മക്കളായി മാറുകയാണ്. നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നല്ല മാറ്റേക്കും, വിവരം ഉണ്ടാവും. ഫുൾ A+, ഒരു വിവരം ഉണ്ടാവില്ല.
ഞാൻ BEd കോളേജിലാണ് പഠിപ്പിക്കുന്നത്. BEd കോളേജ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ടീച്ചർമാരെ പഠിപ്പിക്കുന്ന കോളേജാണ്. എന്റെ പണി ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കില്ല, പാരന്റ്സിന് ട്രെയിനിങ് കൊടുക്കാനല്ല, എന്റെ പണിയൊന്നുമില്ല. അപ്പൊ ഈ ടീച്ചർമാരുടെ ട്രെയിനിങ് ആണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇപ്പോ സ്കൂളിലാണ് ടീച്ചർ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സ്കൂളിൽ ടീച്ചർ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ പണി ആ കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പോകണം. ഞാനിപ്പോ അടുത്ത് 2-3 ദിവസം മുമ്പ് ഒരു ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പോയി. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ വെച്ച് അത്യാവശ്യം നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ ക്ലാസ്സാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. ഞാൻ ഒന്നാമത്തെ പീരീഡ് ഏത് ദിവസം അറിയോ? മുഖ്യമന്ത്രി അച്യുതാനന്ദൻ, മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ മരിച്ച് ഒരു ദിവസം ലീവ് കിട്ടിയത്. ആ ലീവ് കിട്ടി പിറ്റത്തെ ദിവസം വർക്കിംഗ് ഡേ ആണ്. ആ വർക്കിംഗ് ഡേ ആണ് ഞാൻ ഈ കുട്ടിയുടെ ക്ലാസ് കാണാൻ വേണ്ടി ഒന്നാമത്തെ പീരീഡ് ആ ക്ലാസ് റൂമിൽ കയറി വെക്കുന്നത്. അപ്പൊ അവിടുത്തെ ടീച്ചർ അറ്റൻഡൻസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഈ ട്രെയിനി ആയിട്ട് ഉള്ള കുട്ടി അകത്തേക്ക് കയറി. നല്ല മോളാ, നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കുന്ന കുട്ടി. ആ കുട്ടി ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിൽ കയറി സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ചോദ്യം എന്താ പറയുക? ഇന്നലെ ലീവ് ആയിരുന്നില്ലേ? കുട്ടികൾക്ക് ലീവ് കഴിഞ്ഞ് വന്നല്ലേ? അപ്പൊ പിള്ളേർ ലീവായിരുന്നു ഭയങ്കര സന്തോഷം, ലീവല്ലേ. അപ്പൊ അവള് ചോദിച്ചു, എന്തിനായിരുന്നു ഇന്നലെ ലീവ്? സ്വാഭാവികമായ ചോദ്യം അല്ലേ? ഏതാ ക്ലാസ് വരുന്നത്? 8ാം ക്ലാസ്. എന്തിനായിരുന്നു ഇന്നലെ ലീവ്? ഒരു കുട്ടിയാണ് പറഞ്ഞത്, ആരോ ഒന്ന് മരിച്ചു. ഭാഗ്യം, അതിന് അത്ര വിവരമുണ്ട്. ആരോ ഒന്ന് മരിച്ചതാണ്. മറ്റേ കുട്ടികളൊന്നും നോക്കിയതല്ലേ, സ്കൂളില്ല അടിപൊളി അല്ലേ? ആരോ ഒന്ന് മരിച്ചതാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിച്ചു, ആരാ മരിച്ചത്? ആർക്കാ അറിയാം? അപ്പം കുട്ടികൾ ആകെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും. അതും മരിച്ചത് കുട്ടിക്ക് അറിയാം, പ്രധാനപ്പെട്ട ഒരാളാണെന്ന് പറയാം. അങ്ങനെ ഇവിടെ പറഞ്ഞു വെക്കാണ് മരിച്ചത്. ടീച്ചർ പറയാട്ടാ, മരിച്ചത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആളാണ്. ഇതാരാ നിങ്ങൾക്ക് അറിയാം? 100 കൊല്ലം കേരളത്തിൽ ജീവിച്ച് ഒരുപാട് വിപ്ലവങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു എന്ന് പറയപ്പെടുന്ന, കേരളത്തിന് 10 കൊല്ലത്തോളം പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് 5 കൊല്ലം മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരു മനുഷ്യനെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല. അത് പോട്ടെ, അത് കഴിഞ്ഞു. അപ്പൊ ഈ കുട്ടി ക്ലാസ് എടുക്കുന്നത് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ അവള് പറഞ്ഞു, ഓക്കെ പോട്ടെ, ഏതായാലും അവര് വിവരപ്രദം. ഈ കുട്ടിക്ക് ഒരു ഗുണമുണ്ട്, SSLC പരീക്ഷ നടത്തിയാൽ ഫുൾ A+ ആയിരിക്കും. അതൊന്നും അറിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് സൈലക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻകാരുടെ എക്സാമിന്റെ അവർ പഠിക്കും. എന്നിട്ട് ഈ പരീക്ഷയ്ക്ക് എഴുതാനുള്ള വിവരം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്തു? സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന ഒരു പാട്ട് മൊബൈലിൽ എടുത്ത് കേൾപ്പിച്ചു. ഇപ്പൊ പണ്ടത്തെ നമ്മൾ കാണുന്നില്ല, മൊബൈലൊക്കെ കേൾപ്പിച്ചിട്ടൊക്കെ പഠിപ്പിക്കും കേട്ടോ. നിങ്ങൾക്ക് തലവായി പോയതൊക്കെ പ്രശ്നം. അപ്പൊ മൊബൈലൊക്കെ അവളുടെ മൊബൈൽ എടുത്തിട്ട് പാട്ടിട്ടു, സാരേ ജഹാംസെ അച്ഛ. ആ പാട്ട് ഇങ്ങനെ എടുത്ത് കുട്ടികളൊക്കെ കേട്ട് വെച്ചു. ഈ ടീച്ചർ അവിടെ വെച്ചിട്ട് വെച്ചു. ഇൻട്രൊഡക്ഷനാണ്, ടീച്ചർമാർക്കൊക്കെ അറിയാം. ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കുട്ടി വരികയാണ്. കുട്ടി ചോദിച്ചു, ശരി ഈ പാട്ട് നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കുട്ടി പറഞ്ഞാ എവിടോ ഏതോ പിന്നെ അടിപൊളി പാട്ടിന്റെ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടാവും, ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിനോട് നിൽക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവും കുട്ടി. അല്ലാതെ കുട്ടി അത് സ്വന്തമായിട്ട് കേൾക്കാൻ സാധ്യതയൊന്നുമില്ല. അപ്പൊ ആ കുട്ടി ആ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ പെൺകുട്ടി ചോദിക്കാണ്, ആരാണ് ഈ പാട്ട് എഴുതിയത്? 3ാമത്തെ ബെഞ്ചിൽ നിന്ന് ഒരു പെൺകുട്ടി ചാട്ടി എഴുതിയിട്ട് പറഞ്ഞു, VS അച്യുതാനന്ദൻ. ഞാൻ അവിടെ ഇരിക്കണോ വേണ്ടേ? നീ എണീറ്റ് പോകണം. കാരണം അത് ആദ്യം VS അച്യുതാനന്ദൻ പറഞ്ഞില്ല. അപ്പൊ കുട്ടികൾ വിചാരിച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഈ VS ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ 2 കൈ ഇങ്ങനെ ആലോചിക്കാണ്. ഈ VS അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു അറിയോ? ഏറ്റവും വലിയ പ്രശ്നം VS അച്യുതാനന്ദന്റെ ഏറ്റവും വലിയ പ്രശ്നം, അയാള് ജീവിതത്തിൽ മുഴുവൻ ശ്രമിച്ചിട്ട് നടക്കാത്ത 2 കാര്യങ്ങളായിരുന്നു ഉള്ളത്. 1 ഇംഗ്ലീഷ് പഠിക്കുക, 2 ഹിന്ദി പഠിക്കുക. ഒരക്ഷരം ഹിന്ദി അറിയാത്ത അച്യുതാനന്ദനാണ് സാരേ ജഹാംസെ അച്ഛ ഈ പെൺകുട്ടി. ഈ ക്ലാസ് എടുക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവള് BEd പഠിക്കാൻ വന്നത് പാവം. ആ പെൺകുട്ടി എന്നെയും നോക്കുക, ആ കുട്ടീനെയും നോക്കുക, പിന്നെ എങ്ങനെ നോക്കുക. ഞാൻ എന്താ പറയാ, ഞാനാണെങ്കിൽ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്, 10 ബെഞ്ചോ ഒഴിവുള്ളൂ അല്ലെ? ഞാൻ ഒന്നും വേണ്ടി ചിരിക്കണം, കരയണം. ഈ കുട്ടികളെയാണ്, ഈ 8ാം ക്ലാസ്സുകാരികളെയാണ് ഈ പെൺകുട്ടി ഇനി അടുത്ത 40 മിനിറ്റ് കൊണ്ട് ദേശീയത എന്നാൽ എന്ത് എന്ന് പഠിപ്പിക്കേണ്ടത്. പാവം പെൺകുട്ടി അല്ലെ? ഇന്ന് ആ പഠിപ്പിച്ചത് നോക്കിയിട്ടാണ് ഞാൻ ഈ കുട്ടിക്ക് മാർക്ക് എടുത്തത്. പാവം ഞാൻ എന്താ ഈ പറഞ്ഞത്? കുട്ടികളെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പത്രം ചങ്ങായിമാര് വായിക്കില്ല, ഒരു വിവരം വെക്കുന്ന ഒരു സാധനം ഒരു കാണില്ല. മുഴുവൻ സാധനങ്ങളും ഒന്നുകിൽ പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള സെർച്ചിങ്, അതല്ലെങ്കിൽ എന്റർടൈൻമെന്റുമായി ബന്ധപ്പെട്ട സെർച്ചിങ്. 2 ഷൂ വേണോ? ഉപ്പ നമുക്കൊരു ഷൂ വേണം എന്നെല്ലാം കുട്ടി പറയാം. ഉപ്പ ഈ ഷൂ വേണം. എന്താ പറയാ? കിട്ടാനുള്ള പോകുന്ന നാളെ ഡെലിവറി മറ്റന്നാള് കൊടുക്കട്ടെ നിങ്ങൾ പോയില്ല.
അല്ലേ? അപ്പൊ എനിക്കൊരു ഷൂ വേണം, പീടികയിലൊക്കെ പോയിട്ട് ഷൂ ഒക്കെ നോക്കിയിട്ട് മറ്റേ എടുത്തൊക്കെ ഇതൊന്നും വേണ്ട. അപ്പൊ കുട്ടിയുടെ സെർച്ചിങ് എവിടെയാ? വിവരം വെക്കുന്ന ഏതെങ്കിലും ഒരു സാധനം കുട്ടി സെർച്ച് ചെയ്യണ്ടോ? എന്തെങ്കിലും ഒരു നോളജ് നിങ്ങളെ കുട്ടികൾക്കുണ്ടോ? ഉണ്ടോ? ഞാനിവര് സ്വകാര്യം ചോദിച്ചാൽ നിങ്ങള് സത്യം അറിയോ? മക്കളുള്ള പെൺകുട്ടികളൊക്കെ കൈകൊട്ടി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും വെളുത്തുള്ളിയും കുട്ടിക്ക് തിരിച്ചിട്ട് ഉറപ്പാ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടാവും. മോളെ എവിടെ നിൽക്കും, ഇതാണ് ഉള്ളി, ഇനി പറയരുത്. കാരണം ആ കുട്ടി പലപ്പോഴും തെറ്റിച്ചിട്ടുണ്ടാവും. കുറച്ച് കുട്ടി അതുകൊണ്ടാണ് കുക്കിംഗ് ഇഷ്ടമില്ലാത്ത കുട്ടിക്ക് ഏത് ഉള്ളിയാന്നറിയോ അല്ലേ? എന്റെ 10ാം ക്ലാസ് പഠിക്കുന്ന മോള് മന്തിന്ന് ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് ഇതെന്താ സാധനം, നക്ഷത്രം പറയണ്ട, എന്തൊരു സാധനം, ക്ലോ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, അറിയാമ്പൂ അല്ലേ? ആ സാധനം മലയാളം പക്ഷെ എന്താ സാധനം അറിയില്ല. അവള് ചോദിച്ചത് പിന്നെ ഏതോ മരത്തിന്റെ വീട്ടിൽ വെച്ച് ബിരിയാണിയൊക്കെ പറ്റി ഇത് എന്തിനാ ഇടുന്ന, ഇത് കോഴിക്കുണ്ടല്ലോ, ഇത് എന്തിനാ ഇടുന്ന? നോക്കൂ നിങ്ങൾ, സ്വന്തം കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പോലും അതിനുപയോഗിച്ചത് എന്താണ് എന്നതിനെ കുറിച്ച് പോലും ഒരറിവുമില്ലാത്ത, യാതൊരു ബോധവുമില്ലാത്ത ഒരു തലമുറയായി പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇവരെ വളർത്താൻ, ഈ കുട്ടികളെ വഴി നടത്താനുള്ള ഒരു ആപ്ലിക്കേഷനും നിലവിലില്ല. ഇത് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും മക്കളെ വളർത്തലായി മാറി. ഞാൻ എന്തിനായി പറഞ്ഞത്? അലക്കാൻ നിങ്ങൾ കഷ്ടപ്പെടേണ്ടതില്ല, പാത്രം കഴുകാൻ നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും, നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഡിഷ് വാഷർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഭർത്താവിനോട് പറഞ്ഞാൽ മതി. അപ്പൊ പാത്രം കഴുകാൻ മെഷീനുണ്ട്, വെള്ളം കോരിയെടുക്കാൻ മെഷീനുണ്ട് അല്ലേ? ഇനി എന്തിനാണ് അരയ്ക്കാന്, അലക്കാന്, എല്ലാത്തിനും. ഇപ്പൊ പുതിയതായിട്ട് പരസ്യം നിങ്ങൾക്ക് പേപ്പറിലൊക്കെ കാണാം, ഉണങ്ങാത്ത തുണികളെ കുറിച്ച് നിങ്ങൾ കഷ്ടപ്പെട്ട് ഡ്രയർ അവൈലബിൾ ആണ്. കാരണം തിരുമ്പി കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണക്കിയിട്ട് കനകം തുറക്കാൻ ഒരു റോബോട്ടും ഉണ്ട് കേട്ടോ. ശരിക്കും ഇനി മൊത്തത്തിൽ ഇപ്പൊ ചൈന റോബോട്ടിനെ ഇറക്കിയതാ കേൾക്കുന്നത്. 2 ലക്ഷം റുപ്യാണ് വില, ഒരു പെണ്ണിന്റെ രൂപയുള്ള റോബോട്ട്. അതാകുമ്പോ സുഖമാണ്, നിങ്ങൾക്കൊക്കെ സൗകര്യമാണ് കേട്ടോ. ആവശ്യമില്ലാത്ത ഓഫാക്കില്ല, ബന്ധിക്കില്ല, പിന്നെ സ്വിച്ച് ഇല്ലാത്തോണ്ടേ ഓഫാക്കാൻ കഴിഞ്ഞില്ല. ഈ റോബോട്ടിന് എല്ലാ പണികളും നിങ്ങളിങ്ങനെ കമന്റ് കൊടുത്താൽ മതി എന്നാകട്ടെ അല്ല, എല്ലാം ചെയ്യുന്ന ആ റോബോട്ടാണ്. അത് പെണ്ണിന്റെ രൂപമാണ് റോബോട്ട്. 2 ലക്ഷം റുപ്യയുടെ വില. നല്ല സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപം. അതങ്ങനെ അടുത്ത് നടന്നു, നമ്മൾ പറയണമൊക്കെ കേട്ടോളൂ. എല്ലാവരും ശല്യപ്പെടുത്തുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നല്ല സുഖമാണ്. തിന്നാൻ കൊടുക്കണ്ട, ചുരിദാർ വാങ്ങണ്ട, സുഖമാണ്. ഞാൻ എവിടെ നിന്ന് പറഞ്ഞപ്പോ ആൾക്കാർ വെച്ചാൽ ഇവിടെ കിട്ടുന്ന കിട്ടുന്നത് ആൾക്കാർ അതിനെ കുറിച്ച് ചിന്തിച്ചു. ഈ ഭാര്യ ഓഫാക്കണം പറ്റുന്നത് ഓഫാവില്ലല്ലോ, ഇത് ഓഫാക്കാൻ ശ്രമിച്ച ആകെ കൊള്ളാൻ പറ്റില്ല. ഇതൊന്നും ഉണ്ടാക്കി തന്നാൽ പിന്നെ കുടുങ്ങി, പിന്നെ സ്വിച്ച് ഓഫ് തന്നെ അത് ഓണായി കൊണ്ടേയിരിക്കും. മറ്റേത് അങ്ങനെയല്ലല്ലോ, ഓഫാക്കിടാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ റോബോട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം മനസ്സിലാക്കണ്ടോ. അപ്പൊ നിങ്ങള് ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഒരു മംഗലാപുരത്താ പോയി ചോദിച്ചപ്പോ ഒരു പെണ്ണിനോട് ചോദിച്ചു, നിക്കാപ്പൊക്കെ കിട്ടണ്ട. അത് ചോദിച്ചു, ഇതിന്റെ ആണ് കിട്ടൂലേ, ഇതിന്റെ ആള് കിട്ടൂലേ? കാരണം ആ 2 ലക്ഷം റുപ്യന്റെ റോബോട്ടിന്റെ ആളും കിട്ടുമല്ലോ, പെണ്ണ് മാത്രമല്ല കിട്ടുക. ഞാൻ ആള് കിട്ടും, പക്ഷെ അതിന് പണിക്കർ ചോദിച്ചാൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ആനൊക്കെ ആണെങ്കിൽ കൂപ്പ് പറഞ്ഞേക്കാം, കറിയെടുക്കാൻ. ഇതിപ്പോ റോബോട്ടിന് പണിക്കർ നിൽക്കാൻ പറ്റില്ലല്ലോ. അത്തുകൂടെ ഇങ്ങനെ നടക്കാൻ ഏകദേശം അത് മതിയാണെന്ന് തോന്നുന്നു. അപ്പൊ ഇനി ചൈനക്കാരെ പേടിക്കണം, അത് അട്ടിക്കൊണ്ടിരിക്കാൻ. മൊത്തത്തിൽ റോബോട്ടാണ്. മക്കൾ എന്ന് പറയുന്നത് വലിയൊരു സന്തോഷവും അനുഗ്രഹവുമായി കണ്ടിരുന്ന ഒരു കാലം. അതായത് നമ്മളൊക്കെ ജീവിച്ചെടുക്കണം. എന്റെ ഉമ്മക്കൊക്കെ മക്കൾ എന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹവും സന്തോഷമായിരുന്നു. ഈ മക്കളെ കുളിപ്പിക്കലും നോക്കലും മുടി ചീക്കി കൊടുക്കലും ടൗസർ കൊടുക്കലും പൗഡർ കൊടുക്കലും വലിയ സന്തോഷമായിരുന്നു. നിങ്ങൾക്കൊക്കെ സന്തോഷം എവിടെ മക്കള് മാത്രം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മാറിയത് ഉമ്മമാർ കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു പാഠം നമ്മൾ പഠിക്കേണ്ടത് അല്ലെ? പുതിയ തലമുറയിലെ സ്ത്രീകൾ, ഞാൻ പറയുന്നത് 2000-ന് ശേഷം ജനിച്ചവർ കേൾക്കി ഇതിലുണ്ടാവും. 2000-ന് ജനിച്ചവരെന്ന് അറിയില്ല, ഗൂഗിളൊക്കെ 2000-ന് ശേഷം ജനിച്ചവർ കേൾക്കി ആണുങ്ങളുണ്ടാവും. 2000-ന് ശേഷം ജനിച്ച 2000-ന് ശേഷം ജനിച്ച പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. അതിന് മുമ്പ് ജനിച്ചിട്ടുണ്ടാവും. നിങ്ങളെ മക്കളൊക്കെ ജനിച്ചിട്ടുണ്ടാവും 2000-ന് ശേഷം. പെൺകുട്ടിയാണ് നമ്മളെ വീട്ടിലുള്ളത്. നിങ്ങൾ എത്ര പ്രസംഗം കേൾപ്പിച്ച് വളർത്തിയാലും ഇനി രാവിലെ വൈകുന്നേരം മതത്തെ പറഞ്ഞാലും ഉറങ്ങിക്കിടക്കുന്ന ഒരു ഫെമിനിസം ഉണ്ടാവും. ഇത് പുറത്തു വരെപ്പോഴാണ് അതിന് അനുകൂലമായ സാഹചര്യം കിട്ടിയാണ് പുറത്തേക്ക്. ഒന്നൊക്കെ കല്യാണം കഴിച്ച് ഭർത്താവ് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ ഒരു വാതിലെടുക്കും അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഞാൻ അടുത്ത് ഒരു പോസ്റ്റ്, ഒരു ഗ്രൂപ്പിൽ വന്ന പോസ്റ്റിൽ കണ്ട ഒരു മെസ്സേജ് ഞങ്ങൾക്ക് വായിച്ചു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും.
എന്ത് വന്നാലും അവിടെ സഹിച്ചു നിൽക്കണം എന്ന ഉപദേശമല്ല. പറ്റുന്നില്ലെങ്കിൽ ജീവൻ പോകുന്ന സാഹചര്യം ഉണ്ടായാൽ ഉള്ളത് കൊടുത്ത് മക്കളെയും കൂട്ടി തറവാട്ടിലേക്ക് തിരിച്ചു വരണം എന്ന ഉപദേശമാണ് കൈപിടിച്ച് കൊടുക്കും മുന്നേ ഓരോ വാപ്പമാരും ഉമ്മമാരും മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശം. ഒരു ന്യൂജൻ പെണ്ണിന്റെ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ അവിടെ സഹിച്ചു നിൽക്കണം എന്നോ. സഹിക്കുക എന്നുള്ളൊരു വാക്ക് തന്നെ പുതിയ തലമുറയിലെ സ്ത്രീകളിൽ ഇല്ല. ഇപ്പൊ നേരത്തെ ഞാനിങ്ങനെ കയറിയപ്പോ നിങ്ങൾക്ക് ഒരു കഥയൊക്കെ പറഞ്ഞു, ഒളിച്ചോട്ടത്തിന്റെ കഥയൊക്കെ. സഹിക്കുക എന്നുള്ളൊരു വാക്ക് ഇവർക്കില്ല. സഹിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗുണം. അതിന് ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ടോളറൻസ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത ആണ്. നല്ല മതിയാണ്. ഒരാൾ മറ്റൊരാളെ സഹിക്കണം. എന്റെ ഭാര്യയെ ഞാൻ സഹിക്കാം, എന്താ സംശയം? എന്നെ എന്റെ ഭാര്യയും സഹിക്കണം, എന്താ സംശയം? ഒരു മനുഷ്യന്റെ പ്രത്യേകത ഒറ്റക്കാവുമ്പോൾ മാത്രമാണ് മനുഷ്യൻ ഒരു കാര്യം മനുഷ്യന് കിട്ടും. ഒറ്റക്കാവുമ്പോഴാണ്. അതിന് പേരാണ് കംഫർട്ട്. ബാക്കിയൊന്നും ഒറ്റക്കാവുമ്പോൾ കിട്ടില്ല. ബാക്കി എല്ലാത്തിനും ഒരാൾ വേണം. കേട്ടോ, മക്കളുണ്ടാവാൻ നമ്മൾ ഒറ്റക്ക് റൂമിൽ വായിച്ചിട്ട് മക്കളുണ്ടാവില്ല, ഒരാൾ വേണം. എല്ലാറ്റിനും ഒരാൾ വേണം. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒറ്റക്കാരി കാര്യം ഒരാൾ വേണം. ഒറ്റക്കാവുമ്പോൾ കിട്ടുന്ന ഒരേ ഒരു സാധനം എന്താ സാധനം? കംഫർട്ട്. ഞാൻ എപ്പോഴാണ് കംഫർട്ടാണ്? ഞാൻ എപ്പോഴാണ് കംഫർട്ടാണ്? നിങ്ങൾ എപ്പോഴാണ് കംഫർട്ടാണ്? ഭർത്താവിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴാ? അല്ല, ചങ്ങായി പോയാൽ കംഫർട്ടാ. പിന്നെ യൂട്യൂബിൽ വന്ന ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു പെണ്ണ് ഭർത്താവിന് യാത്ര അയക്കുന്നു, ഭർത്താവ് ആത്തേക്കാണ് പോയപ്പോ പോയി. എന്തൊരു സുഖം ഒറ്റക്കായി. മനുഷ്യൻ ഒറ്റക്കാവുമ്പോഴാണ് കംഫർട്ട്. ആ മനുഷ്യന്റെ കൂടെ ഒരാൾ ജീവിക്കേണ്ടി വരിക. അപ്പൊ അയാള് നമ്മൾ സഹിക്കാം. ഞാൻ ഒറ്റക്കാവുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച വരുമ്പോൾ എനിക്ക് തോന്നിയൊരു പാട്ട് പാടണം. പറ്റുമോ? പിന്നെ ശരി. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി വണ്ടി ഒന്ന് സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ? കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പോകണം, എല്ലാം ഓടിക്കാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി പള്ളിയിൽ മൂത്രം വയ്ക്കും. വണ്ടി നിർത്തി മൂത്രം കഴിച്ച് തോന്നി ഒരു ചായ ഒക്കെ തോന്നി സൈഡാക്കി ചായ. നിങ്ങൾ നോക്കൂ, ഞാൻ എന്തൊരു കംഫർട്ടബിൾ ആയിട്ട് എത്തിയത്. നിന്റെ കൂടെ ഭാര്യ വിചാരിച്ചോ? നിങ്ങൾക്കൊരു പാട്ട് പാടാൻ തോന്നി, ഞാൻ പാടി. എന്ത് സംഭവിക്കും? നിങ്ങളൊന്നും ഉണ്ടാക്കോ? ഒരു ഉറക്കമേ പാട്ട് പാടാൻ അറിഞ്ഞിട്ടൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഏതായാലും പാട്ടാണ് കഴിയാ, ഞാൻ പിന്നെ വേഗം എത്താളോടത്തേക്ക് എത്തിയ പോയിട്ടുണ്ടാവില്ല. ഞാൻ വണ്ടി ഒന്ന് സ്പീഡിൽ കൂട്ടി. നല്ല പോകുന്നറിയോ? എവിടെ പറഞ്ഞു? നിങ്ങൾ കൊല്ലാൻ കൊണ്ടുള്ള അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ കൊല്ലാൻ കൊണ്ടോട്ട് ഫീലിംഗ് വേണ്ട, ഞാനത് സ്ലോക്കി ഇറങ്ങി വന്നാ പോലെ ഞാൻ പോട്ടെ. മനുഷ്യനൊരു കംഫർട്ട് വേണമല്ലോ. അതിന് വണ്ടി ഒന്ന് സൈഡാക്കി ഞാൻ മൂത്രം കേട്ടാണ്. ഇപ്പോൾ ഇപ്പല്ലേ മൂത്രം ചോദിക്കണ്ട. കഴിഞ്ഞോ? അത് കഴിഞ്ഞോ? ഇതാണ് രണ്ടുപേര് ഒരുമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈക്കോളജി എന്ന് പറയുന്നത്. ഒരാൾ മറ്റൊരാളെ സഹിക്കുക തന്നെ വേണം. അതിന്റെ പേരാണ് ടോളറൻസ്, സഹിഷ്ണുത. ഒരു മനുഷ്യൻ ഒരു സമൂഹമായി ജീവിക്കുമ്പോൾ അവനുണ്ടാവേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ടോളറൻസ്. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കും. പുറത്തേക്ക് ഇറങ്ങിയ എന്താ സ്ഥിതി? നമ്മൾ മറ്റൊരാൾക്ക് ശല്യമാവാതിരിക്കണം. നമ്മൾ സഹിക്കേണ്ടി അല്ലേ? ഇങ്ങനെ നാട്ടുകാരെയും സ്വന്തക്കാരെയും കുട്ടികളെയും ഒക്കെ സഹിച്ചുകൊണ്ട് പോയതിന് പേരാണ് സഹിഷ്ണുത. ഒരു പണ്ടത്തെ 2000 മുമ്പ് ജനിച്ച ആളുകളൊക്കെ ഭാഗ്യന്മാരാണ്. അവർക്ക് ജനിക്കുമ്പോൾ തന്നെ ഇൻബിൽഡ് ആയിട്ട് സഹിഷ്ണുത വരും. 2000 ശേഷം ജനിച്ച സാധനമില്ല, സഹിക്കാം പറയാ. അപ്പൊ ഒന്നും സഹിക്കാതെ ചിലതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലെ? ഈ ഇരിക്കുന്നതിൽ 2000 മുമ്പ് ജനിച്ച തളവായി പലരും 2000 മുമ്പ് ആണുങ്ങളുണ്ട് അല്ലേ? 2000 മുമ്പല്ലേ ജനിച്ചത്? ശരി. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമുക്ക് മനസ്സിലാവും അല്ലേ? അമ്മായിമ്മ സ്ട്രോങ് ആയിട്ടുള്ള കുറെ ആൾക്കാരില്ലേ? ഭർത്താവിന്റെ വീട്ടിൽ പോയപ്പോ അമ്മായിമ്മക്ക് ഒരുമാതിരി സ്വഭാവം അല്ലേ? നിങ്ങൾ എന്താ ചെയ്ത്? തന്നെ അവിടെ ജീവൻ കിട്ടി. അതുകൊണ്ട് കുട്ടികളായി മക്കളായി പതുക്കെ ഭർത്താവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു വീടൊക്കെ എടുത്താൽ മാറിയപ്പോ സമാധാനമായി. പക്ഷെ അതിനു വേണ്ടി നമ്മളൊരു 10 കൊല്ലോ 5 കൊല്ലോ 15 കൊല്ലോ സഹിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സഹിച്ചതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് കാര്യമായിട്ട് ജീവിക്കുന്നു അല്ലേ? നമ്മുടെ കുട്ടികളെ കെട്ടിച്ചു കയ്യില് കല്യാണത്തിന്റെ അന്ന് കയ്യിലിട്ട മൈലാഞ്ചിയുടെ ചുവപ്പ് മായുന്നതിന് മുമ്പേ കൗൺസിലിംഗ് സെന്ററിലേക്ക് എത്തുന്ന പുതിയ തലമുറയിലെ മക്കൾ. മൈലാഞ്ചി കയ്യിലുണ്ടാവും വന്നിട്ട് പറയും സാർ അത് സഹിക്കാൻ കഴിയും, എന്നെ കൂടെ സഹിക്കാൻ കഴിയും അല്ലേ?
ആ ചെക്കന് പോയി എന്നെ കൂടെ തീരെ സഹിക്കാൻ കഴിയില്ല, എന്തിനു കല്യാണം കഴിച്ചെടുക്കരുത്, ഏർപ്പാടൊന്നും സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പുതിയ തലമുറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ തലമുറയെ മുന്നോട്ട് നയിക്കാൻ ചെയ്യേണ്ടത്? ഇവരുടെ ഞാൻ പറഞ്ഞത് എന്താ അറിയോ, മാറിയത് ഇവർ മാത്രമല്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ മാത്രമല്ല മാറിയത്, 2000-ൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് എത്ര വയസ്സ് പ്രായം ഉണ്ടാവും? 25 വയസ്സ് പ്രായം ഉണ്ടാവും അല്ലെ? നല്ല ഒരു കാലത്താണ് ആ കുട്ടിയുടെ കല്യാണം നടത്തിയതെങ്കിൽ ആ കുട്ടിക്ക് 2-3 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടാവും അല്ലെ? ഉണ്ടാവില്ലേ? ആ പെണ്ണിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾക്ക് മക്കളെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കുട്ടിനെ പോലും സഹിക്കാൻ ആ പെണ്ണിന് കഴിയില്ല. നിങ്ങൾ ഇതിന്റെ സ്ഥിതി ആലോചിക്കാൻ നമ്മൾ എന്താ ചെയ്യാൻ? അപ്പൊ പുതിയ കാലഘട്ടത്തിലെ ഉമ്മമാരുടെ ക്ഷമകുറവും സഹിഷ്ണുതക്കുറവും അവരുടെ കാരുണ്യക്കുറവും ഒക്കെ മക്കളുടെ വളർത്തലിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇനി ഒരു 20 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി നിങ്ങൾക്കുണ്ട് വിചാരിക്കാം. 20 വയസ്സ്, ആ കുട്ടിയുടെ ഉമ്മക്ക് 40 വയസ്സായിരിക്കുമ്പോഴാണ്, ആ കുട്ടിയുടെ ബാപ്പക്ക് 45 വയസ്സായിരിക്കുമ്പോഴാണ് അല്ലെ? ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് അല്ലെ? ആ കുട്ടിയെ വളർത്താൻ ആ ബാപ്പയും ഉമ്മയും ഏറെ ബുദ്ധിമുട്ടുന്നു. കാരണം മക്കൾ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ ഓർക്കണം. വളരെ പ്രധാനമാണ് മക്കളുടെ ഒരു പ്രത്യേകത. ആധുനിക കാലത്തെ മക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലോർത്ത് നോക്കണം. ഞാൻ ചെറിയ കുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകും. കുട്ടികളുടെ ഒരു പ്രത്യേകത, കുട്ടി മറക്കരുത്, ഞാൻ പറഞ്ഞത് മറക്കരുത്, കുട്ടി കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും, ചെയ്ത് പഠിക്കും. നിങ്ങൾ കുട്ടികളെ വളർത്തിക്കൊള്ളു. പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മളവിടെ കേൾപ്പിച്ച് നന്നാക്കാൻ ശ്രമം. ഈ നമ്മളൊക്കെ പരിപാടിക്ക് അകത്തുണ്ടാകുന്ന ഒരു കാര്യം, നമ്മളൊക്കെ പരിപാടി നടത്തും, ഈ ടീം സ്പേസ് ഒക്കെ നടത്തും അല്ലേ? ഈ സമയത്ത് ഇത് മൊത്തത്തിൽ കേൾപ്പിച്ച് നന്നാക്കാന്ന് വിചാരിച്ചാൽ നടക്കും. കുട്ടിയുടെ പ്രത്യേകത കേട്ടത് മറക്കും, കണ്ടത് ഓർക്കും. അപ്പൊ നമ്മൾ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും ടീം സ്പേസ് പോലെയുള്ള പ്രോഫ്കോൺ പോലെയുള്ള പരിപാടിക്ക് നിങ്ങൾ പോയി ഞങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സ്റ്റേജിനേക്കാളും വലിയ ഡിസ്പ്ലേ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വിസ്ഡം യൂത്തും നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസും ഒക്കെ ഒരുക്കുന്ന പരിപാടികൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുന്ന നമ്മളെക്കാളും വലിയ ഒരു ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നത് അത്രയും വലിയ ഡിസ്പ്ലേ, പക്ഷെ നിങ്ങളെ പരിപാടിക്കൊന്നും ഉണ്ടാവില്ല. പാരന്റിങ് പരിപാടിക്ക് ഡിസ്പ്ലേന് ആവശ്യമില്ല. നിങ്ങൾ കേൾക്കും, എന്താ നിങ്ങൾ കുറച്ച് പ്രായം ഉണ്ടാവില്ല. കുട്ടിയുടെ പ്രത്യേകത എന്താ? നമ്മൾ പോയി കണ്ട് ഇതേപോലെ ഒരു 25 പ്രസംഗം കുട്ടിക്ക് നടത്തി കൊടുത്താൽ കുട്ടി അവിടെ തുടങ്ങും. പക്ഷെ കുട്ടിക്ക് ചിലത് കാണിച്ചു കൊടുക്കണം. മയക്കുമരുന്ന് എന്താ പ്രശ്നം, അപ്പൊ ബാക്കിലെ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നു. കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അതുപോലെ എടുക്കാറില്ല. കാരണം ഒരു പവർ പോയിന്റ് ഉണ്ടോ ബാക്കിൽ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഒളിച്ചുകൂടി കുട്ടിയുടെ അവസ്ഥ കണ്ടോ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കുട്ടിയുടെ കാര്യം കണ്ടോ, ആ കുട്ടി കാണണം. കേട്ടാ ഹലോ, നിങ്ങൾ കേട്ടാ നിങ്ങൾ കാണാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ നിങ്ങളൊക്കെ ഇത്തിരി പ്രായമുള്ളവരാണ്. അപ്പൊ കുട്ടിന്റെ സൈക്കോളജി എന്താ? കുട്ടി കേട്ടത് മറക്കും, കണ്ടതോർക്കും, ചെയ്ത് പഠിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞു 3 ഉള്ളികൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഉമ്മ പറഞ്ഞു എന്റെ മോക്ക് പാചകം ഇഷ്ടമാണ്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് 3 ഉള്ളി തിരിച്ചറിയാൻ കഴിഞ്ഞത്? അവൾ ചെയ്ത് പഠിച്ചു അല്ലേ? ഞങ്ങൾ 3 ഉള്ളി വെച്ചിട്ട് പ്രസംഗം നടത്തി നോക്ക്. ഇന്നത്തെ ഉമ്മയുടെ പ്രഭാഷണ ഉള്ളിയെ കുറിച്ചാണ്. ഇവിടുത്തെ കളറിൽ കാണപ്പെടുന്ന ഉള്ളിയെ വെളുത്തുള്ളിയെന്നും ചെറിയ ഉള്ളിയെ നമ്മൾ ചെറിയ ഉള്ളിയെന്നും, അല്പം വലിപ്പമുള്ള ഉള്ളി മുറിക്കുമ്പോൾ കണ്ണുന്ന വെള്ളമൊക്കെ വരുന്ന ടൈപ്പ് ഉള്ളിയാണ് നമ്മൾ വലിയ ഉള്ളി അഥവാ സവാള എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായോ? മനസ്സിലായോ? പിന്നെയും ഓർക്കും കേട്ടതാണ്. ഈ കുട്ടി ഈ സാധനം ഉപയോഗിച്ചാലോ ആ കുട്ടി അത് പഠിക്കും. എല്ലാം മക്കൾ പഠിക്കും. ഇത് ആദ്യം മനസ്സിലാക്കിയാൽ മതി അല്ലെ? കുട്ടികളെ വലിയ മതബോധമുള്ള പാപ്പ അയാൾക്ക് നിർബന്ധമാണ് കുട്ടികൾ നന്നാവണം. അയാൾ ചെയ്യുന്ന പണി എന്താ പറയുക? എല്ലാ വെള്ളിയാഴ്ചയും ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിം എത്ര ഖുതുബ കേൾക്കണം? കേൾക്കണേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഖുതുബ കേൾക്കാനാണ് പറഞ്ഞത്? ഒരു വെള്ളിയാഴ്ച ഒരു ഖുതുബ അല്ലേ? നിങ്ങൾ എത്ര ഖുതുബ കേൾക്കും? ഷാർജയിൽ ഹുസൈൻ സലഫിന്റെ ഖുതുബ അല്ലെ? കോർഫുകാല് സിറാജ് ഉസ്മാൻ മാലിശ്ശേരിന്റെ ഖുതുബ, പെരിന്തൽമണ്ണയിലെ ഹാരിസിന്റെ സിനിമയുടെ ഖുതുബ. നിങ്ങൾ പോയ പള്ളിക്ക് അല്ലെ? മിനിമം എത്ര കേട്ടു? കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ കേട്ടോ, നിങ്ങൾ കേട്ടോ. കുട്ടിയോ ഞാൻ എന്താ പറഞ്ഞ? കുട്ടി കേട്ടത് മറക്കും. ഞാൻ വലിയ കുട്ടിയെ കുറിച്ചല്ലേ പറയുന്നത്, ചെറിയ കുട്ടിയെ കുറിച്ചാണ്. അപ്പൊ ഈ പാപ്പാക്ക് നിർബന്ധം എന്നാ കുട്ടികൾ നന്നാവണം. അപ്പൊ ഇയാളൊരു ഐഡിയ എടുത്തു, നന്നാൻ വേണ്ടി കുട്ടിയൊക്കെ പുസ്തകം എടുത്ത കുട്ടിയോണ്ടിരിക്കോ? അപ്പൊ അയാളൊരു ഐഡിയ എടുത്തു. അവിടെ ഐഡിയ എന്താണെന്നറിയും? എല്ലാ ഞായറാഴ്ചയാണ് കുട്ടികളെ കൊണ്ട് ബീച്ച് പോകും. എല്ലാ ഞായറാഴ്ച ബീച്ച് പോകുമ്പോൾ കുട്ടികൾ ഒരു ബീച്ച് പോകുന്നതാണ്. കുട്ടികളെ ഫുള്ള് കാർ കഴിക്കും.
എന്നിട്ട് ബീച്ചിലേക്ക് അത് പതുക്കെ പോകും. കാരണം ഹാരിസ് ബിൻ സലീമിന്റെ ഖുത്ബ 20 മിനിറ്റാണ് അല്ലേ? നമ്മുടെ ഷാർജയിലെ ഖുത്ബ 20-25 മിനിറ്റ്. കൂടുതൽ പോകാൻ പറ്റൂല ഒന്നാണ്. അപ്പൊ 40 മിനിറ്റ്. ഈ 40 മിനിറ്റ് വേണ്ടി 2 ഖുത്ബ ഈ കാറിൽ കേൾക്കണം. കാറിലാവുമ്പോൾ കുഴപ്പം എന്താ, കുട്ടികൾ ചാടിപ്പോയില്ലോ. കാർ ഓടിക്കൊടുക്കല്ലേ, കുട്ടികൾ ചാടിപ്പോയില്ലോ. വീട്ടിലാണെങ്കിൽ കുട്ടികൾ ഞാൻ മൂത്രം ശരിയാക്കാൻ വേണ്ടി പോകും. കാറിൽ ഒരു പണി നടക്കില്ലല്ലോ, കുട്ടികൾ ഇരിക്കല്ലേ. ഇയാൾക്കാണെങ്കിൽ 4 മക്കളാണ്. 4 മക്കളെ ബാക്കിലെ സീറ്റിൽ പാക്ക് ചെയ്യും. ഇയാളെങ്ങനെ നടക്കില്ല. എന്നിട്ട് ഇയാള് അല്പം ശബ്ദത്തിന് ഒന്നാമത്തെ ഖുത്ബയാണ് അല്ലേ? അപ്പൊ കാറ് ബീച്ചിന്റെ പകുതി എത്തും. 2ാമത്തെ ഖുത്ബക്ക് ബീച്ചിലെത്തും. കുട്ടികൾ 2 ഖുത്ബ കിട്ടും. കുട്ടികൾ ബീച്ചിലൊക്കെ ഇറക്കി കുറച്ചേരം കട നിന്ന് തിരിച്ചു വരുന്നത് 2 ഖുത്ബ. എത്ര ഖുത്ബ കേട്ടു കുട്ടികളെ? ഈ പാവം മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ കേട്ട് കുട്ടിയെ നന്നാക്കാൻ. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേട്ടത് മറക്കുന്ന പ്രായമാണ്, കണ്ടതോർക്കുന്ന പ്രായമാണ്. ഞാൻ ഇനി ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാൻ അത് മനസ്സിലാവും. ചെറിയ എക്സാമ്പിൾ. ഗൾഫിൽ തന്നെ ജീവിച്ച മക്കൾ, പാപ്പാക്ക് ഗൾഫിൽ തന്നെ ജീവിച്ച മക്കളാണ്. അല്ലെ 3-4 മക്കളുണ്ട്. ഗൾഫിലാണ് ജീവിച്ചത്, വളർന്നതൊക്കെ. UAE ആണ്, ദുബൈ ആണ്. നല്ല രസമാണ്. UAE നല്ല രസമാണ്. ഭയങ്കര വൃത്തിയും വെടിപ്പും കാര്യങ്ങളും ഒക്കെ. AC വണ്ടി, പോക്ക് വരവ്, ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് ഫുഡ്. അങ്ങനെ മൂത്ത കുട്ടി 9ാം ക്ലാസ്, 2ാമത്തെ കുട്ടി 6ാം ക്ലാസ്, 3ാമത്തെ കുട്ടി LKG. ചെറിയൊരു കുട്ടിയുണ്ട്. ആ സമയത്ത് വാപ്പ ഇപ്പൊ ഗൾഫിൽ ഇങ്ങനെ ജീവിച്ച കുട്ടികളൊന്നും നാടിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല. ഗൾഫുകാരെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അങ്ങനെ വാപ്പ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് വലിയൊരു വീട് നാട്ടിലെടുത്തിട്ടുണ്ട്. പണമുള്ള ആളാണ്, ബിസിനസ്സാണ്. നാട്ടിലെടുത്ത വലിയൊരു വീട്. ആ വീട്ടിലേക്ക് ഇയാളും മക്കളെയും ഭാര്യയും താമസം മാറ്റി. അയാൾക്ക് 3 മാസം കൂടുമ്പോ 6 മാസം കൂടുമ്പോ നാട്ടിൽ വന്നു പോകാനുള്ള ആസ്തിയുണ്ട്. ഒന്നും അയാൾക്ക് പ്രശ്നമില്ല. അപ്പൊ അയാൾ ഭാര്യയും മക്കളെയും വീട്ടിൽ നാട്ടിൽ നിർത്തി. നാട്ടിലെ സ്കൂളിൽ കുട്ടികളെ ചേർത്ത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ കുട്ടികളെ വിളിച്ചു പറഞ്ഞു, ആയിട്ടാ കാക്കക്കാട്ടം ഒരു മകത്ത് എന്താ സ്കൂളിലെ ബാത്റൂമൊക്കെ ഒപ്പം ഒന്ന് വന്നു നോക്കണം. എന്താ മുട്ട് വരെ മൂത്രം കിട്ടിയിട്ടില്ല. എന്താ സ്കൂളിനെ കുറിച്ചൊന്നും പറയും വേണ്ട. അപ്പൊ ഒന്നും നോക്കില്ല സ്കൂള്. നാട്ടിലെ സ്കൂളിൽ പത്രത്തിൽ വൃത്തി. പിന്നെ മഴക്കാലം പറയും പുറത്ത് കണ്ടിറങ്ങാൻ വയ്യ. ചാടി വിളി വിപ്പിളി. കുട്ടികൾ പറഞ്ഞു, വാപ്പാ ഞങ്ങൾ നോക്കൂല, ഞങ്ങൾ നോക്കൂല. ആ പുറത്ത് സ്കൂളിൽ തന്നെ ശരിയാക്കി ഞങ്ങളുടെ വരികയാണ്. എങ്ങനെ നാട്ടിൽ നിൽക്കുക? തുപ്പി നാശാക്കി അല്ലേ? എങ്ങനെ നിൽക്കുക നാട്ടില്? കുട്ടികൾക്ക് എത്ര പറഞ്ഞിട്ടും കുട്ടികൾ കണ്ടത് ബാപ്പയുടെ കയ്യിലെ പണത്തിന്റെ മുകളിൽ ജീവിച്ച ജീവിതം മാത്രമാണ്. ബാപ്പ പറഞ്ഞു, ഇപ്പൊ നാട്ടിലേക്ക് വരാം, നാട്ടിൽ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഞാൻ 2 വാപ്പാരെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നാട്ടിൽ വന്ന് തീരുമാനിക്കാം. അങ്ങനെ ബാപ്പ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് ബാപ്പ വന്ന കുട്ടികൾ ഭയങ്കര ഹാപ്പി. ബാപ്പാർക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. കാരണം പാപ്പ ഉണ്ട്, പള്ളിയുണ്ട്, പോവാം, ഇത് പോവാം, അടിപൊളിയാണ്. പാപ്പ വന്ന ഉമ്മയും സന്തോഷിക്കുക. അപ്പൊ പാപ്പ വന്നു. ഒരു ദിവസം പാപ്പ ഉമ്മനോട് പറഞ്ഞു, അപ്പൊ കുറച്ച് ബിരിയാണി വെക്കണം. അപ്പം നാട്ടിലുള്ള ചിന്തിനാ വേണം, ആവശ്യമുണ്ട്, നീ കുറച്ച് ബിരിയാണി വെക്കും. അങ്ങനെ ബിരിയാണി വെച്ചു. ബിരിയാണി കുറച്ച് അധികം വെച്ചു. ഒരു 19 കിലോ ബിരിയാണി, ഒരു 5-6 കിലോ ബിരിയാണി. ആ പെണ്ണിന്റെ ബിരിയാണി കഴിച്ചു. പാപ്പ അങ്ങാടി പോയിട്ട് കുറെ ബോക്സ് വാങ്ങി. എന്നിട്ട് ഈ ബോക്സിൽ മക്കളും ബാപ്പയും കൂടി ഇരുന്ന് ഓരോ പീസ് ഇറച്ചി അത് ബിരിയാണി നിറച്ചിട്ട് ബോക്സ് പെട്ടി രാവിലെ തന്നെ ഇതെല്ലാം ഒരു കടലാസ് പെട്ടിയിലാക്കി. ഒരു 10-30 പാക്കറ്റ് ഉണ്ട്, ഇതിൽ കൂടുതലുണ്ട്. ഇതെല്ലാം ഒരു കടലാസ് പെട്ടിയിലാക്കി ബാപ്പാന്റെ ഫോർച്യൂണർ എന്ന് പറയുന്ന വലിയ വണ്ടിയിൽ ബാക്കിൽ കയറ്റി. എന്നിട്ട് മക്കളെ വണ്ടിയിൽ കയറ്റി വൈഫിനെ വിളിച്ച് ബാപ്പ നേരെ പോയത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തേക്കാണ്. അവിടെ വണ്ടി നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഏതോ ഒരു സ്ഥലത്ത് പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഓരോ ബോക്സ്, ചെറിയ ചെറിയ ബോക്സിൽ ഈ ഭക്ഷണ പൊതികളിലായിട്ട് അവർ റോഡിലേക്ക് ഇറങ്ങി. റോഡിന്റെ സൈഡിൽ ആളുകൾ ഇരിക്കുകയാണ്. ഈ ചാക്കുന്ന ആളുകൾ, കൈ മുഴുവൻ അഴുക്ക് പുരണ്ടവർ, ഒരു നേരത്തെ ഭക്ഷണം സ്വപ്നമായി മാറിയവർ. എന്നാൽ അവരൊക്കെ ഉണ്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളിലും ആ റെയിൽവേന്റെ താഴെ PVS ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആ പാലത്തിന്റെ അടിയിലുമൊക്കെ നടപടികളൊക്കെ ജീവിക്കും. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ, ഭിക്ഷയെടുക്കുന്നവർ. ബാപ്പ മക്കളെയും കൊണ്ട് നേരെ ഇറങ്ങിയാൽ കയ്യിലെ ബിരിയാണി പൊതികളിലേക്ക് ഇവരിങ്ങനെ ഉറ്റുകൊടുക്കുന്നു. ഓരോ ബിരിയാണി ഇങ്ങനെ കൊടുക്കുമ്പോഴും വലിയ ബഹുമാനത്തോടെ, ആദരവോടെ, വലിയ ഇഷ്ടത്തോടെ ഇവരിങ്ങനെ നോക്കുന്ന ആൾക്കാർ. അവർക്ക് ആ ബിരിയാണി ഒരു സ്വപ്നമാണ്. ഈ മക്കൾ ഇങ്ങനെ കാണുകയാണ്. കൈ മണ്ണിലിരുന്ന് ഭിക്ഷയാചിച്ചിട്ട് കൈ മുഴുവൻ കറുത്ത കളറാണ്, ചളിയ. ഈ ചളി പുരണ്ട കൈ ഒന്ന് കഴുകുക പോലും ചെയ്യാതെ കിട്ടിയ ബിരിയാണി
ആർത്തിയോടെ തിന്നുന്ന ആളുകളെ കണ്ട് മക്കൾ ഇങ്ങനെ അന്തമായിട്ട് നിൽക്കുക. ഇങ്ങനെ മനുഷ്യന്മാരുണ്ട് അവിടെ. ഇത് ദുബായ് കാണുമല്ലോ. ദുബായ് എന്താ രസം, എങ്ങനെ പോകും, വലിയ ബിൽഡിങ്ങിലേക്ക് കുട്ടി ഇറച്ചിത്താൻ പോകുന്നു. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷന്റെ താഴെയുള്ള നാടോടികളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കുട്ടികൾ വസ്ത്രം പോലും കൃത്യമായിട്ട് ധരിക്കാത്ത മക്കൾ. അവർ ഈ ബിരിയാണിയൊക്കെ കണ്ടിങ്ങനെ സ്തംഭത്തിൽ ഓരോരുത്തരും ഒന്ന് ബിരിയാണിയൊക്കെ വേണം. തിരിച്ച് ആ പെട്ടി ഒരു മൂലക്കൽ വെച്ച് എല്ലാ ബിരിയാണിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഒരമ്മ ഓടി വന്നിട്ട് ഇയാളോട് ചോദിച്ചു, സാറേ ഒരു തേക്ക കൂടി കിട്ടും കഴിഞ്ഞിട്ട്. ഞാൻ കയ്യിലില്ല. അപ്പൊ മക്കൾക്കും ആകെ സങ്കടമായി. അവൻ ചോദിച്ചു, എനിക്ക് കിട്ടിയില്ലേ എന്ന് ചോദിച്ചപ്പോ തമിഴ് കലർന്ന് മലയാളത്തിൽ ആ പെണ്ണ് പറഞ്ഞു, കിട്ടി സാറേ കിട്ടി, ഒരു പാക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി രാത്രി തിന്നാണ്. എന്റെ മക്കൾ സ്കൂലല്ലേ. പാപ്പി മക്കളും വണ്ടി കയറി തിരിച്ചു വരുമ്പോ ഈ മക്കൾക്ക് ഒരു മുണ്ടാട്ടില്ല. ആദ്യത്തെ വാപ്പയും രണ്ടാമത്തെ വാപ്പയ്ക്കും നമ്മൾ വ്യത്യാസം. കേട്ടത് കുട്ടി മറന്നു, കണ്ടത് കുട്ടി ഓർത്തു, ചെയ്തത് പഠിച്ചു. നേരം കൊടുത്തു. പിറ്റേ ദിവസം സുബൈ കഴിഞ്ഞ് എത്തിയ പാപ്പയോട് മക്കൾ ഓടി വന്ന് ചോദിച്ചു, പാ ബിരിയാണി അപ്പൊ എന്തിനാ കൊടുക്കണ്ടേ, എന്നും ബിരിയാണി കൊടുക്കണ്ടേ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ട് അല്ലേ. തിരിച്ചു പോകുമ്പോ വാപ്പ പറഞ്ഞു, മക്കളെ ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം ഇല്ലാത്തവരുണ്ട്, വാപ്പ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്, വസ്ത്രമില്ലാത്തവരുണ്ട്. ഞാൻ എന്താ കൂടി പറഞ്ഞാലും VS അച്യുതാനന്ദൻ ആരായിരുന്നു എന്ന് പോലും അറിയാത്ത ഈ കുട്ടിക്ക് ഈ സാധനം നല്ലത് അറിയും. ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കലാണ് പാരന്റിങ്. എന്നാൽ ഇത് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുട്ടികളോട് പറയുന്ന കുട്ടികളോട് നമ്മൾ പറയാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ കുട്ടികളെ ടൂർ ഉണ്ടാവില്ലേ അല്ലേ? നിങ്ങൾ ഇനി ഗൾഫിലൊക്കെ വരുമ്പോൾ ടൂർ ഉണ്ടാവണം. ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം. ഒരു സ്ഥലം തിരുവനന്തപുരത്താണ്. എന്റെ പേര് RCC എന്നാണ്, റീജിയണൽ ക്യാൻസർ സെന്റർ എന്ന് ഫുൾ ഫോം. നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുന്ന ടൂർ പോകണം. എന്നിട്ട് ഇങ്ങനെ ആ വാർഡ് കൂടി നടക്കണം. ആ വാർഡ് കൂടി ഇങ്ങനെ നടന്ന് കാണിച്ചു കൊടുക്കണം. ഈ കുട്ടിയുടെ പ്രായമുള്ള മക്കൾ മരണത്തോട് മല്ലിടുന്നത് കാണിച്ചു കൊടുക്കണം. തലച്ചോറിനകത്ത് മുഴ വന്ന് ആ മുഴ ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്തതിനു ശേഷം ഒരു ഭാഗം തളർന്നു പോയ 12 വയസ്സുകാരൻ നടക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. ഉണ്ടോ? അപ്പോഴാണ് കുട്ടി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. ഇതെന്താ നിങ്ങൾ കുട്ടികൾ കാണുന്നത്? നോക്കൂ, എന്റെ ചെറുപ്പത്തില് ഇത്തിരിയൊക്കെ പട്ടിണിയുണ്ട് ഇല്ലേ? ഒരു 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എന്റെ സംസാരം കേൾക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ ചെറുപ്പത്തിലെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അത് അപ്പൊ കിട്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. നിങ്ങളെ കുട്ടിയുടെ ഉണ്ടോ? എത്ര ചെരുപ്പുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക്? നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാ എന്താ ഇതിന് എന്റെ വലിയ പേര് തുന്നില്ലേ? അത് നൂലിട്ട് തുന്നും. ട്രൗസർ കയറിയാലോ? അന്ന് വീട്ടിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്ന് സൂചി തുന്നൽ. തുന്നന്നെ തുന്ന കുപ്പായൊക്കെ എങ്ങനെയാണ് പിടിച്ചാലും തുന്നായിരിക്കും അമ്മ അല്ലേ? അത് കിട്ടാ സ്കൂളിൽ പോകാം. അതിന് ഒരു മടിയില്ല. കാരണം എന്താ? അതില്ലെന്ന് നിങ്ങളെ കുട്ടി ഒന്ന് പിന്നിയ യൂണിഫോം ഇട്ട് സ്കൂളിൽ പോവോ? അത് മാറ്റി വെച്ച് പറയുമ്പോ മാറ്റി ഒഴിവാക്കി, ഇത് പിന്നിട്ടുണ്ട്, വേറെ യൂണിഫോം. നെക്സ്റ്റ് ഷൂ എത്ര ഉണ്ട്? ഞാൻ ഉറപ്പിച്ച് പറയാം, പുതിയ വീടിന്റെ ആൾക്കാരൊക്കെ വീടിന്റെ കൂടെ എടുത്തിട്ട് ഷൂ റാക്കാം. ബക്കാസറിന്റെ ഈ സാധനം. കാരണം മൂത്ത മോക്ക് 12 ഷൂ, മോന് 21 ഷൂ. ഇതെവിടെ വെക്കത്? ഇനിയിപ്പോ ഷൂന് വേണ്ടി അൾമാറുണ്ടാക്കേണ്ട ആവശ്യം. ഇത് വെക്കണ്ടേ? പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊന്നും മറ്റൊന്നും വേറൊന്നും. അതിന്റെ കൂടെ ജീൻസിന്റെ കൂടെ ആരെങ്കിലും ഇടുമ്പോ ഈ ചെരുപ്പ് എന്റെ മോൻ ചോദിക്കുക. അപ്പൊ ജീൻസിന്റെ കൂടെ അതിന് വേറെ വേണം. ഇതോ ഇത് പാന്റിന്റെ കൂടെ ട്രൗസർ ഇടുമ്പോ അത് വേറെ. ഈ കുട്ടികളെ എങ്ങനെയാ കുട്ടികളെ നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കുക? നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒന്നാമത്തെ ടൂർ നിങ്ങൾ കൊണ്ടുപോകുന്നത് RCCയിലേക്കാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചെന്നിട്ട് ഓരോ രോഗിയെയും കാണിച്ചു കൊടുക്കണം കേട്ടോ. പടച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവണം. ഒരു നിമിഷം അള്ളാന്റെ അനുഗ്രഹം, ഒരു നിമിഷം അള്ളാന്റെ വിഡ്രോ ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലാക്കണം. ആഫിയത്ത് തരം സാധനം, അതിന്റെ വില കുട്ടിക്ക് മനസ്സിലാക്കണം. ഇതിങ്ങനെ രാവിലെ എണീച്ചാലേ പായ്യ കുട്ടികൾ കയ്യും കാലും ബുദ്ധിയും തലയും തലച്ചോറും കണ്ണും കരളും എല്ലാം കുട്ടിക്കുണ്ട്. അതിന്റെ പ്രശ്നമാണ് ഈ കുട്ടി ഇല്ലാത്തതിനെ കുറിച്ച് നോക്കണം. അപ്പൊ ഇത്തിരി ബോധം വരും, ഒരിത്തിരി ബോധം വരും. ചിരിക്കുമ്പോൾ ഓർമ്മ വേണം കരയുമെന്ന്, പൊട്ടിക്കരയിച്ചിട്ടൊരു നാളിൽ മടങ്ങുമെന്ന്.
വിസ്ഡം സ്റ്റുഡൻസ് ഇറക്കിയ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ ഒരു പാട്ടാ ഇത് വീട്ടിൽ കേൾക്കില്ല. ഈറ്റൽ കേൾക്കണ്ടേ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സ്വതസ്ത്രപത്ത് ഇതെല്ലാം ഇവര് കേൾക്കണേ. എന്നിട്ട് അമ്മന്റെ തലക്കല്ലേ പോയിട്ട് അപ്പൻ അടിച്ചത്. തല കിട്ടി ഇളക്കി സോഡ സർബത്താക്കി ഇതല്ലേ കേൾക്കണേ. ഈ കുട്ടിക്ക് നമ്മള് പാടി കൊടുക്കേണ്ട പാട്ടപ്പ ഞാൻ പറഞ്ഞത്. കുട്ടി ഒരിക്കലും ചിന്തിക്കൂല, ഒരിക്കലും കുട്ടി ചിന്തിക്കൂല. എന്താ ചിന്തിക്കാത്തത്? എന്താ കുട്ടി ചിന്തിക്കാത്ത? ചിരിക്കുമ്പോ ചിന്തിക്കല്ലോ നിങ്ങൾ ആരെങ്കിലും കാര്യമില്ല? ഇല്ല, ചിന്തിക്കാറില്ല. അത് ചിന്തിക്കണ കുട്ടി ഇല്ലേ? നടക്കുമ്പോൾ ഓർമ്മ വേണം കിടക്കുമെന്ന്. നടക്കുമ്പോ മനുഷ്യന് ഓർമ്മ വേണം കിടപ്പുണ്ട്. കിടപ്പുണ്ട്. നിങ്ങൾക്കറിയോ, മഴക്കാലമാണ്. ഇറങ്ങലിൽ ഒന്ന് വഴുതി വീണ് കാലിന്റെ മുട്ട് ഒന്ന് അടിച്ച് വീണാൽ മതി, അവൻ 6 മാസം കിടപ്പുണ്ട്. അപ്പോഴാണ് നടക്കണിന്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ കുട്ടി ഇതറിയണം. കുട്ടിയെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഒന്നാമത്തെ സ്ഥലം റീജിയണൽ ക്യാൻസർ സെന്റർ ആണ്. രണ്ടാമത്തെ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫോർച്യൂണർ കാർ എത്തി ചങ്ങായി പോയ നോക്കാണ് അല്ലെ. ഇനിയുണ്ട് സ്ഥലങ്ങള്. നമ്മുടെ ചെമ്മാട് എന്ന് പറയുന്ന സ്ഥലത്ത് കരുണ എന്ന് പറയുന്ന ഒരു സെന്റർ ഉണ്ട്. ഡയാലിസിസ് സെന്റർ ആണ്. ഞാൻ അവിടെ പോയിട്ട് സന്ദർശിച്ച കാണാം. ആ ഡയാലിസിസ് സെന്റർ എന്ന കുട്ടിയുടെ സംഭവം അല്ലെ. കിഡ്നി എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള അവയവങ്ങളിൽ ഒന്ന് പണി മുടക്കിയാൽ ഒരു ഒരു പ്രാവശ്യം നിങ്ങളുടെ രക്തം ഒന്ന് ശുദ്ധീകരിക്കാൻ 4-5 മണിക്കൂർ നിങ്ങൾ ഒരു കത്തിൽ അനങ്ങാതെ കിടക്കേണ്ടി വരുമെന്ന് നോക്കണം. എന്താ അവിടെ ഇങ്ങനെ കാണാൻ. എപ്പോ തിങ്കളാഴ്ച ഡയാലിസിസ് ചെയ്ത് നിങ്ങൾ തിരിച്ചു പോയാൽ ചൊവ്വാഴ്ച നിങ്ങൾക്ക് കൃത്യമായിട്ട് നടക്കാം. ബുധനാഴ്ച നിങ്ങൾ വീണ്ടും ഡയാലിസിന് വരണം. അപ്പൊ തിങ്കളാഴ്ച 6 മണിക്കൂർ 5 മണിക്കൂർ കട്ടിലിൽ അനങ്ങാതെ കിടന്ന് നിങ്ങളുടെ രക്തം മുഴുവൻ ഡയാലിസിന്റെ മെഷീനുകൾ ക്ലിയർ ചെയ്ത് തിരിച്ചു കയറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചാൽ ഒരു ദിവസം നിങ്ങൾക്ക് ജീവിച്ച് രണ്ടാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും ഡയാലിസിന് എത്തണം. വീണ്ടും നിങ്ങൾ ആ കട്ടിലിൽ 6 മണിക്കൂർ കിടക്കണം. ഓർക്കണം, ഒരു ദിവസത്തെ ഡയാലിസിസ് മുടങ്ങിയാൽ നീര് കെട്ടിയിട്ട് നിങ്ങളുടെ ജീവിതം അപകടത്തിലാവും. വീണ്ടും നിങ്ങൾ ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിന് കാരണമാകും. അപ്പൊ ജീവൻ നിലനിർത്താൻ ഓരോ 2 ദിവസം കൂടുമ്പോഴും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ 6 മണിക്കൂർ അനങ്ങാതെ കിടന്നു കൊടുക്കേണ്ടി വരും. ഒന്നുമില്ല, ആ കിടത്തറ കിടന്ന നിങ്ങൾ ശുദ്ധീകരിച്ചു തരും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ഇതൊന്നും അറിയാതെ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ രക്തം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രശ്നമില്ല. ആ സാധനം വിഡ്രോ ചെയ്തുള്ള അവസ്ഥ ഇതാണ്. ഇത് എത്ര പേര് ഊട്ടിയിൽ കുട്ടികളെ കൊണ്ടു, കൊടൈക്കനാൽ കൊണ്ടുപോയി, ദുബായി കൊണ്ടുപോയി കാണിച്ചു അല്ലെ. അങ്ങനെ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിൽ കൊണ്ടുപോയി കാണിച്ച് ഒരു നല്ല റിസോർട്ട് വാടകയ്ക്കെടുത്ത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് കുട്ടി തിരിച്ചു വരുമ്പോ ഭൂമിയിൽ ഇങ്ങനെ ജീവിക്കുന്നവരെ കുറിച്ച് കുട്ടി അറിയുന്നില്ല. അപ്പൊ ഈ കുട്ടി കണ്ടത് ഓർക്കും, ചെയ്തത് പഠിക്കും. അങ്ങനെ പഠിക്കുന്ന അവസ്ഥ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 വാപ്പനെ പരിചയപ്പെടുത്തി അല്ലെ. പ്രസംഗം കേൾപ്പിച്ച് നന്നാക്കാൻ നോക്കിയ വാപ്പനെ. ആ കുട്ടി എന്താ സംഭവിക്കുക? ആ കുട്ടി 2-3 പ്രാവശ്യം ബീച്ചിലേക്ക് വരും. 4ാമത്തെ പ്രാവശ്യം കുട്ടി എന്താ പറയാ? എന്താണെന്നറിയാം, എനിക്ക് ബീച്ച് ഇഷ്ടം. കുട്ടി കാറില്ല. അപ്പൊ വാപ്പ ചെയ്യില്ല. ആ കുട്ടി പതുക്കെ നോക്കൂ. വാപ്പയുടെ ഉമ്മയുടെ മതപരമായ കാർക്കശ്യം കൂടിയത് കൊണ്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് തിരിഞ്ഞു പോയ എത്രയോ മക്കൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദീൻ എന്ന് പറയുന്നത് പാൽപായസം പോലെ നൽകേണ്ടതാണ്. അത് കുട്ടിയുടെ എല്ലാറ്റിനും മേലെയുള്ള എല്ലാറ്റിനുമുള്ള ഒരു നോ മാത്രമായി മാറരുത്. അവർക്ക് ഇതൊക്കെ വിലക്കുമ്പോ ചിലത് അനുവദിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. കുട്ടിക്ക് പാട്ടുണ്ട്, ഡാൻസ്, സ്കൂളിൽ ടൂർ പോവാണ്. സ്കൂളിൽ ടൂർ പോവാണ്. എന്താ പറയാ, മോള് പോകണ്ട, ശരിയാവില്ല. ആ ടൂറിൽ എന്താ സംഭവിക്കാൻ നമുക്കറിയാം. അങ്ങനെ പറയുമ്പോൾ മോക്ക് എവിടെ പോകേണ്ടത്? പാപ്പ കൊണ്ടുപോവാം എന്ന് കൂടി പറയാൻ കഴിയണം അല്ലേ. പാപ്പക്ക് നേരമില്ല, പോകാൻ ശ്രമിക്കില്ല അല്ലെ. ആ ടൂർ പാപ്പ കൊണ്ടുപോവാം, മോക്ക് എവിടെ പോകേണ്ടത്, മോക്ക് എന്താ വേണ്ടത്, പാപ്പ ചെയ്തുതരാം എന്ന് പറയുമ്പോൾ കുട്ടി നമ്മളെ കൂടെ നിൽക്കും. ഇന്നത്തെ കാലത്ത് വലിയ കാർക്കശ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതൊന്നും കുട്ടി ഏറ്റെടുക്കില്ല. കാരണം ഇതൊക്കെ നമ്മളെ പാപ്പ നമ്മിലേക്ക് അടിച്ചേൽപ്പിച്ചപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ കയ്യിൽ നേരത്തെ പോലെ ഒളിച്ചോടുന്ന കുട്ടി കയ്യിൽ വഴിയുണ്ട്. പ്രേമിച്ച് നിങ്ങളുടെ വീട്ടിലെത്തുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ ഇറങ്ങി പോകും. ഇന്ന് കുട്ടിയൊക്കെ കൃത്യമായിട്ട് കുട്ടിയൊക്കെ അറിയാം. നിങ്ങൾക്ക് പോക്സോ എന്ന നിയമത്തെ കുറിച്ച് എന്ത് ചുക്ക അറിയാം? നിങ്ങളറിയാം കുട്ടികളോട് ചോദിക്കാൻ കുട്ടി പറഞ്ഞു
അല്ലേ? കാരണം സ്കൂൾക്ക് കയറുമ്പോൾ തന്നെ സ്കൂളിൽ എന്താ എഴുതിച്ചെന്നറിയോ? ടീച്ചർമാരെ ബഹുമാനിക്കണം, രാജ്യത്തെ സ്നേഹിക്കണമെന്നല്ല സ്കൂളിൽ എഴുതിച്ചത്. ആദ്യം നമ്മൾ പഠിച്ച സ്കൂളിൽ എഴുതിച്ചത്. ഇപ്പൊ സ്കൂളിൽ കയറുമ്പോൾ തന്നെ ആദ്യത്തെ ബോർഡ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ 10 വിളിച്ചോളൂ. ഞങ്ങളുണ്ട്. ചായത്തില്ലേ ആ കുട്ടി ശരിയാക്കി തരാം. കുട്ടി എന്താ ചെയ്യാ? ഉമ്മ തല്ലി, ബാപ്പ തല്ലി, എന്താ കുട്ടി ചെയ്യാ? അപ്പൊ മലപ്പുറം ജില്ലയിൽ നിന്ന് 16 വയസ്സുള്ള ഒരു കുട്ടിയെ മിസ്സിംഗ് ആയി, കാണാതെ. ഒരു ചെറുക്കന്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഒരാഴ്ച ആ ചെറുക്കന്റെ കൂടെ ആ കുട്ടി മിസ്സിംഗ് ആണ്, ഇറങ്ങിപ്പോയി. എന്നല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോ നമ്മളെന്താ വിചാരിക്കുക? പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ എന്ത് നിലയിൽ ഒരാൾ കൊണ്ടുപോയാലും അയാൾ പോക്സോ കേസിൽ അകത്താവും, അല്ലേ? അകത്താവും. ഇറങ്ങിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു, 1.5 ആഴ്ച കഴിഞ്ഞു, അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. കുട്ടിയെ മിസ്സിംഗ് ആണ്. പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് പല CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു, കാണുന്നില്ല. കുട്ടി തിരിച്ചു വന്നു. തിരിച്ചെങ്ങനെ വന്നേ? നമ്മൾ ചോദിക്കേണ്ട, കുട്ടീനെ ആരെങ്കിലും പോയി പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നില്ലേ? കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കുട്ടി തിരിച്ചു വന്നു. എങ്ങനെ തിരിച്ചു വന്നത്? അവനും അവളും ഒരു നല്ല വക്കീലിൽ പോയി കയറി. വക്കീല് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെ നീ പറയണം, എന്തൊക്കെ പറയരുത്, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ അതിന് നിയമവശങ്ങളൊക്കെ അറിയണം, എല്ലാം പറഞ്ഞു. ആ വക്കീല് അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ കൊണ്ടുപോയത് DYSP എടുത്തില്ല. DYSP പോയിട്ട് അവർ കയറി. എങ്ങനെ മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെയാണ് വക്കീല് പറഞ്ഞു പഠിപ്പിച്ച പോലെ കാര്യങ്ങളും. അല്ലേ? ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇറങ്ങി പോകാൻ കാരണം എന്റെ അതിന്റെ അവരെ തല്ലി, അടിച്ചു, കുത്തി, പ്രശ്നമാക്കി, കൂട്ടിയിട്ടു. നിങ്ങളെ വീട്ടിലെ ഒരു കുട്ടി പ്രേമിച്ചിട്ട് എത്ര പറഞ്ഞിട്ടും ഈ ചെറുക്കന്റെ കൂടെ പിന്നെ പോവുക, പിന്നെ ബൈക്കുമ്പോ കയറുക, പിന്നെ അവനെ കാണുക, പിന്നെ അവനെ മെസ്സേജ് അയക്കാൻ എന്താ ചെയ്യും? എന്താ ചെയ്യാ? ആ, നമ്മുടെ ഖുർആനിൽ പറഞ്ഞ സാധനത്തിന് അതാ, സത്യവിശ്വാസികളായ സ്ത്രീകൾ ഇങ്ങനെ വൃത്തികെട്ട രൂപത്തിൽ നടന്നാൽ നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുക എന്നിങ്ങനെ ഖുർആൻ. അത് ഖുർആന്റെ വാക്ക്. നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുക, എന്നിട്ട് അവര് നന്നാവുന്നത് വരെ നിങ്ങൾ അവരെ തടഞ്ഞു വെക്കുക. തന്നെയാണ് ഖുർആന്റെ വാക്ക്. കേട്ടോ? അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കുന്നത് വരെ പുറത്തു വിടുന്നില്ല. കാരണം സമൂഹം ദുഷിക്കും. അപ്പൊ ഈ സാധനം ഇവരോടൊപ്പം ചെയ്തിട്ടുള്ളൂ. അവർ വേണം ചെയ്യാൻ അത്തുന്ന കുട്ടിയെ തന്നെയാണ് വേണം ചെയ്യും. പക്ഷേ ഈ കുട്ടി ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഈ വാപ്പാക്കെതിരെ ഉമ്മാക്കെതിരെ മുഴുവൻ പരാതി കാര്യങ്ങൾ കൊടുത്തു. ഇപ്പോ ഈ ചെറുക്കനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. പാപ്പനി വരും നോക്ക്. അപ്പൊ ആർക്കാ നിയമം അറിയാം? ഈ പാപ്പ പാവ ചെറിയ കച്ചവടക്കാരനാണ്, ഒരു നിയമം അറിയില്ല. അതിന് കച്ചവട നിയമം തന്നെ അറിയിക്കാറ്. ഇതിന്റെ മോക്ഷം കേസ് അല്ലേ? അപ്പൊ സ്വന്തം കുട്ടിയാണെങ്കിലും ഈ കുട്ടീനെ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ. കുട്ടിയെ വേറെ സ്ഥലത്തേക്ക് മാറ്റി. കുട്ടി എന്താ പറയുന്നത്? 18 വയസ്സായിട്ട് അതിന് 18 വയസ്സാണെങ്കിൽ 1.5 കൊല്ലം അതെങ്കിലും പഠിച്ചോളൂ. ആ പോകണം നിർബന്ധമില്ലേ? നിർബന്ധമില്ലേ? അപ്പൊ കുട്ടികളെ ഏറ്റവും മനോഹരമായി നമുക്ക് ചിലത് കാണിച്ചു കൊടുത്തും ലോകത്തിന്റെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിയും ചേർത്ത് പിടിച്ചുമാണ് മുന്നോട്ട് പോകുന്നത്. കാർക്കശ്യവുമായി വടിയെടുത്ത് തല്ലിയും കാർക്കശ്യം പിടിച്ചിട്ടൊന്നും കുട്ടികൾ നടക്കാൻ കഴിയില്ല. ആ കാലഘട്ടം മാറിയിരിക്കുന്നത് നോക്കണം. അപ്പൊ ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ എന്താ മനസ്സിലായത്? എന്തൊക്കെ ചെയ്യേണ്ടത്? പുതിയ കാലത്തെ പാരന്റിങ്. പുതിയ കാലത്തെ പാരന്റിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ചേർത്ത് പിടിക്കുക. നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാതെ ഒരു നിലക്കും മുന്നോട്ട് പോകും. കാരണം നാം ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഓൺലൈനിലും ഓഫ്ലൈനിലും ആളുകളുണ്ട്. അതാ പ്രശ്നം. ഈ കൗമാരം എന്ന് പറയുന്ന ഒരു കാലം 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു കാലം അല്ലെ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തന്റെ ജീവിതമാണെന്ന് തിരിച്ചറിയാൻ ഒരു കുട്ടിക്ക് കഴിയാത്ത കാലമാണ് കൗമാരം. അതായത് കൗമാരത്തിന്റെ പ്രത്യേകത. എന്റെ ജീവിതമാണ് ഈ നശിക്കുന്നത്, ഇത് ഞാൻ നശിപ്പിക്കാറില്ല. ഈ കുട്ടിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ വലിയ ആൾക്കാരാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടി തിരിച്ചറിയുന്നില്ല ഇതെന്റെ ജീവിതത്തെ തകർക്കുന്നത്. നമുക്ക് പ്രേമിക്കുന്ന ഒരു 10ാം ക്ലാസ്സുകാരി കാമുകന് വാതിൽ തുറന്നു കൊടുത്ത് അവൻ അകത്തേക്ക് കയറി ബെഡ്റൂമിൽ കയറി അവൻ വാതിലടയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല അവളുടെ ജീവിതമാണ് ഇവൻ കൈവെക്കുന്നതെന്ന്. ഇങ്ങനെ നശിക്കുന്നത് സ്വന്തം ജീവിതമാണെന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിന്റെ പേരാണ് കൗമാരം. ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഇന്നത്തെ കാലത്ത് നിങ്ങൾ കൊടുക്കേണ്ടത് കൗമാരത്തിലാണ്. കേട്ടോ? ഇനി ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തന്നെ അവസാനിപ്പിക്കാൻ ചോദിക്കാണെങ്കിൽ ചോദിക്കാൻ കേട്ടോ. ഞാനൊന്ന് നിർത്താം. തലമുറ മാറ്റം എന്ന് പറയുന്ന ഒരു സാധനം, തലമുറ മാറ്റം 2025 ഒരു പ്രത്യേകതയുണ്ട്. 2025 തുടങ്ങിയിട്ട് ഇപ്പോ 6 മാസം കഴിഞ്ഞു. 7ാമത്തെ മാസം തീരാൻ പോകും അല്ലെ? ജൂലൈ തീരാൻ പോകും. ഇന്നിപ്പോ ജൂലൈയുടെ അവസാനത്തിലാണ് നിൽക്കുന്നത്. 2-3 മാസം കൊണ്ട് ഓഗസ്റ്റിലേക്ക് എത്തും അല്ലെ? 8ാം മാസത്തിലെത്തും. എന്നാൽ 2025 തുടങ്ങിയിട്ട് 8 മാസം അല്ലെ? അങ്ങനല്ലേ മനസ്സിലാക്കിയിട്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു സാധനം എന്താണെന്ന് അറിയോ? ഈ 2025 വേറെ പ്രത്യേകത ലോകത്ത്. അത് ഒരു നൂറ്റാണ്ടിന്റെ 4-1. 2000
മൂവായിരം പറഞ്ഞ നൂറ്റാണ്ട് മാറി. 21-ാം നൂറ്റാണ്ട് 22-ാം നൂറ്റാണ്ടിലേക്ക് മാറി. എന്റെയും നിങ്ങളുടെയൊക്കെ പ്രത്യേകത എന്താ? 2000-ന് മുമ്പ് ജനിച്ചവർ നോക്കിയേ. ചങ്ങനാഥിന്റെ 2000-ന് ശേഷം ജനിച്ചവർ നോക്കിയേ. അവര് പറഞ്ഞില്ല 2000-ന് മുമ്പ് ജനിച്ചവരുടെ പ്രത്യേകത ഉണ്ട്. എന്താ പറയുക? നമ്മൾ 2 നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. നിങ്ങൾ ജനിച്ചത് 20-ാം നൂറ്റാണ്ടിലും ഇപ്പൊ 21 നൂറ്റാണ്ട് 22-ലേക്ക് എത്തൂല. 2000-ൽ ജനിച്ച ആളെ കുറിച്ച് ചിന്തിച്ചു നോക്കുന്നത്. ആ കുട്ടി ഒറ്റ നൂറ്റാണ്ടിലെ ജീവിക്കുള്ളൂ അല്ലെ? 100 വയസ്സെന്തായാലും എനിക്ക് കഴിയില്ല ജീവിക്കുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഈ കുട്ടികൾ 1 നൂറ്റാണ്ടിൽ ജീവിച്ചു. നമ്മൾ 2 നൂറ്റാണ്ട് കണ്ടവരാ അല്ലെ? എന്റെ PG, ഞാൻ ഫറൂഖ് കോളേജിൽ ചെയ്ത PG, എന്റെ PGക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞങ്ങളുടെ ബാച്ചിന് പറഞ്ഞ മിലേനിയം ബാച്ച്. മിലേനിയം തന്നെ എന്താ? നൂറ്റാണ്ടിലാണ് അല്ലെ? ഞങ്ങളുടെ ബാച്ചിന്റെ പേര് മിലേനിയം ബാച്ച് എന്നാണ്. കാരണം ഞാൻ എന്റെ PGക്ക് ചേർന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. PG തീർന്നത് 21-ാം നൂറ്റാണ്ടിൽ. 1999-ലാണ് PG. 2000 ഇപ്പോ നൂറ്റാണ്ട് മാറി. PG സെക്കൻഡ് ഇയർ ആയി. PG കഴിഞ്ഞപ്പോ 2001. 99 ഒരു നൂറ്റാണ്ട് മാറിയ കാലമാണ് അല്ലെ? 2000-ന്റെ പ്രത്യേകത അതാണ്. അപ്പൊ 2000-ന് മുമ്പ് ജനിച്ച ഞാനും നിങ്ങളും 2 നൂറ്റാണ്ടുകൾ കണ്ടു. ആ നൂറ്റാണ്ടും കണ്ടു, ഈ നൂറ്റാണ്ടും കണ്ടു. ഇനി ലോകം പോണത് 3-ാമത്തെ 22-ാം നൂറ്റാണ്ടിലേക്കാണ്, 3000-ലേക്കാണ്. ഈ 2000-നും 3000-നും ഇടയ്ക്ക് 2100 ഒരു നൂറ്റാണ്ട്. അപ്പൊ 2100-ലേക്ക് പോകുന്നതിന്റെ 4-ൽ-1 2025. ഇപ്പൊ ഒരു നൂറ്റാണ്ടിന്റെ ഇനി 2100 നിങ്ങൾ കാണൂല, കാണാൻ സാധ്യത കുറവാണ്. 2100-ന്റെ 4-ൽ-1 2025. ഒരു നൂറ്റാണ്ടിന്റെ 4-ൽ-1 കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത 2025-ന് വലിയൊരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട് അറിയേണ്ട പ്രത്യേകത, അത് തലമുറ മാറി. 2025 ജനുവരി 1 മുതൽ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ പേര് ബീറ്റ ജനറേഷൻ എന്നാണ്. എന്താ പേര്? ബീറ്റ ജനറേഷൻ. റൈറ്റ്? അപ്പൊ 2024 ഡിസംബർ 31 വരെ ഈ ഭൂമിയിൽ ജനിച്ച കുട്ടിയുടെ പേരോ ആൽഫ ജനറേഷൻ എന്നാണ്. റെഡി? ആൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ കുട്ടി ഏത് കാലം മുതലാണ് വരുന്നത്? 2012 അല്ല, 2012 മുതൽ 2024 വരെ. 2011 കുട്ടിക്കോ? 2011 മുതൽ 2024 വരെ ജനിച്ച കുട്ടിയുടെ പേര് ആൽഫ ജനറേഷൻ. കേട്ടോ? ആൽഫ ജനറേഷൻ. അപ്പൊ ആൽഫ ജനറേഷൻ കുട്ടിക്ക് എത്ര വയസ്സുണ്ടാവും? എത്ര വയസ്സുണ്ടാവും? ഒരു 13-14 വയസ്സാണ് അല്ലെ? ആ കുട്ടി ഈ അടുത്ത കൊല്ലും അതിന്റെ അടുത്ത കൊല്ലും 10 + 1 + 10. ഏത് കുട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? ആൽഫ ജനറേഷൻ. ആൽഫ ജനറേഷന്റെ പ്രത്യേകത എന്താ? ആ കുട്ടി 2012-ൽ ആ കുട്ടി ജനിച്ചു വീഴുമ്പോ ഈ ഭൂമിയിൽ 4G 3G 4G വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും ആപ്പുകളുടെയും ലോകത്തേക്കാണ് കുട്ടി ജനിച്ചു വീണത്. ഇതാണ് ആ കുട്ടിയുടെ പ്രത്യേകത. ആണോ? ആ കുട്ടി IT ആണ്. ആ കുട്ടി നേരെ വന്നത് ഈ ലോകത്തേക്കാണ്. 2025 ജനിക്കുന്ന കുട്ടിയുടെ പ്രത്യേകത എന്താ? ആ കുട്ടി ജനിച്ചു വീഴുന്നത് ChatGPT-യും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നിറഞ്ഞു നിൽക്കുന്ന ലോകത്താണ്. ആ കുട്ടിയുടെ ജീവിതം, ആ കുട്ടി കാണുന്ന കാഴ്ചകൾ, ആ കുട്ടി ജീവിക്കുന്ന ലോകം ഇതുമായി ബന്ധപ്പെട്ട ലോകമാണ് അല്ലേ? നിങ്ങൾ നോക്കൂ, 6 വരി ട്രാക്ക് നമ്മുടെ കോഴിക്കോടൊക്കെ വരികയാണ്. നിങ്ങൾ കണ്ടല്ല ബൈപ്പാസ് 6 വരി ട്രാക്ക് അല്ലേ? ഈ 6 വരി ട്രാക്കിന്റെ പണി തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ട് അല്ലേ? ആ 6 വരി ട്രാക്കിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി പണ്ടത്തെ റോഡ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഇതിപ്പോ എങ്ങനെയും ഓടുക എത്ര കൊല്ലം കൊണ്ട് ഞങ്ങൾ മറന്ന്? 2 കൊല്ലം കൊണ്ട്. 2025 ജനിച്ചു വീഴുന്ന കുട്ടി, അവന് ബോധം വെക്കുമ്പോൾ കാണുന്ന 120 കിലോമീറ്റർ വേഗതയിൽ വണ്ടി പോകുന്ന കേരളത്തിലെ റോഡാണ്. ഇവനോട് നിങ്ങള് മോനെ 4 കാലുകൾ ഓലപ്പുര കെട്ടിയ കാലുണ്ടെങ്കിൽ വെച്ചെങ്കിൽ മനസ്സിലാവില്ല. എങ്ങനെ ജീവിച്ചു എന്നാവും ചോദിക്കും. മൊബൈലില്ലാത്ത കാലം എങ്ങനെ ജീവിച്ച് വല്ലാത്ത ജീവിതം കേട്ടോ. ഭക്ഷണം കഴിക്കും. നോക്കൂ, ഏറ്റവും പ്രധാനം ഇത് മനസ്സിലാവുന്ന കുട്ടിക്ക്. കാരണം കുട്ടി ഈ സാധനം കണ്ടില്ലല്ലോ. നമ്മൾ കണ്ടു. നമ്മൾ 19-ാം നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ടിൽ ജനിച്ചാണ്. 2100 ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്മൾ 2 നൂറ്റാണ്ടിലുണ്ട് അല്ലേ? ഇനിയുള്ള നൂറ്റാണ്ടിലേക്ക് എത്തില്ലെങ്കിലും നമ്മളതൊക്കെ കണ്ടതാണ്. നമുക്കറിയാം ഇങ്ങനത്തെ റോഡ് കൂടി. പണ്ടത്തെ കല്ലായ റോഡ് ഞാൻ കണ്ടതാണ്. കോഴിക്കോട് എത്ര ഉണ്ട് കൈവയ്ക്ക്? കല്ലായിലെ റോഡ് പണ്ട് കാളവണ്ടി പോകണ്ടാക്കിയ കോൺക്രീറ്റ് റോഡായിരുന്നു. നമുക്ക് ഓർമ്മ അറിയില്ല. ആ റോഡിന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കാളവണ്ടിക്ക് പോകണ്ടാക്കിയ റോഡാ. കാളവണ്ടിയിൽ നിന്ന് വല്യക്കാടിന് സാധനം കൊണ്ടുപോകാം. ഇപ്പോഴും നിങ്ങൾക്ക് വല്യക്കാടിലേക്ക് പോയി കഴിഞ്ഞാൽ കോൺക്രീറ്റ് റോഡുകൾ പലതരത്തിൽ കാണാം.
കല്ലായി പാലം കഴിഞ്ഞിട്ട് ഈ കോൺക്രീറ്റ് റോഡാ. ഈ റോഡുമ്പോ കൂടെയായിരുന്നു പണ്ട് ജീപ്പിൽ ഇങ്ങനെ കുത്തി കുഞ്ഞൊക്കെ പോയത് അല്ലേ. ഇന്നോ ആ റോഡ് മുഴുവൻ JCB കൊണ്ട് മാന്തിയിട്ട് നമ്മുടെ മോഡേൺ എന്നുള്ള സ്ഥലങ്ങളുണ്ടല്ലേ, ആ സ്ഥലത്തെ റോഡിന്റെ അടി കൊണ്ടിട്ടതാ. അവർക്ക് ഞാൻ കണ്ടിരുന്നു അവിടുന്ന് കോൺക്രീറ്റ് കുത്തി പൊളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് മൂലയിലുമുള്ള മോഡേൺ അവിടുത്തെ വീതിയുള്ള റോഡ് ഉണ്ടാക്കിയത്, ആ കണ്ണിന് സാധനമുള്ള സ്ഥലത്ത്. അപ്പൊ അന്ന് കാലത്ത് ഞങ്ങളെ കണ്ടിട്ടുണ്ട് റോഡ്. എനിക്ക് ഓർമ്മയുണ്ട് ആ റോഡിൽ കൂടി വന്നു നോക്കി ചെറുപ്പത്തിന് നമ്മളെ കുട്ടിയൊക്കെ അന്ന് എങ്ങനെ റോഡ് ഉണ്ടായിരുന്നു. കുട്ടി വല്ല വിശ്വസിക്കോ? ടീച്ചർ ക്ലാസ്സിൽ ചെന്നു, 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണോ എനിക്ക് ഓർമ്മയില്ല, പുസ്തകത്തിൽ എതിരാണ്ടായിരുന്നു. ദാരിദ്ര്യം, പട്ടിണി എന്നൊരു പാഠമുണ്ട്. ദാരിദ്ര്യം, സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കൂടെ പഠിപ്പിക്കുന്ന സാധനം ദാരിദ്ര്യം. ടീച്ചർ ക്ലാസ്സിൽ വന്ന് കുട്ടികളോട് പറഞ്ഞു ദാരിദ്ര്യം. ഇവിടെ പുതിയ ജനറേഷനിലെ കുട്ടി, ആൽഫ ജനറേഷൻ കുട്ടി, 12 വയസ്സാണ് അല്ലെ, 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലാണ്. കുട്ടി വെച്ചാൽ സാധനം ദാരിദ്ര്യം. ടീച്ചർ പറഞ്ഞു മോളെ മക്കളെ പട്ടിണി ഒക്കെ കിടക്കുന്ന സാധനം. അപ്പൊ കുട്ടി ചോദിച്ചു ഈ ദാരിദ്ര്യം പട്ടിണി പറഞ്ഞു എന്താ ടീച്ചറെ? അപ്പൊ ടീച്ചർ ലെസൺ പ്ലാനിൽ എഴുതി വെച്ചിട്ടുണ്ട് ദാരിദ്ര്യം കുട്ടി നിർവചിക്കുന്നു. കുട്ടി ഇത് നിർവചിക്കണം. അപ്പൊ ടീച്ചർ പറഞ്ഞെടുത്തു. ടീച്ചർ പറഞ്ഞു കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധിച്ച് കേൾക്കാം. കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ലാത്ത കാലം, ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥ, അതിനെ ദാരിദ്ര്യം എന്ന് വിളിക്കുന്നു. ഒരു കുട്ടി ചാടി എഴുന്നേറ്റ് ചോദിച്ചു അയ്യേ ഭക്ഷണം ഇല്ലെങ്കിലും ടീച്ചറെ നിങ്ങൾക്ക് ഓൺലൈൻ ഓർഡർ ചെയ്താൽ പറയാം. സൊമാറ്റോ, സ്വിഗ്ഗി. ടീച്ചർ എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്, ഇടയ്ക്ക് പട്ടിണി ഉണ്ടാവും. അപ്പോഴോ ഉമ്മ ഫോൺ എടുക്കും, സ്വിഗ്ഗിക്ക് വിളിക്കും, സ്വിഗ്ഗിക്കാരൻ നാളെ കൊണ്ടുവരും പട്ടിണി മാറും. എന്താ ടീച്ചർ ഇതൊക്കെ ടീച്ചർ കുടുങ്ങിയില്ല, ഇതിനെങ്ങനെ പട്ടിണി പറഞ്ഞു കൊടുക്കും എന്ന് പറയും. അപ്പൊ കുട്ടി മനസ്സിലാക്കിയത് എന്താ ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ എങ്ങനെ ഉണ്ടാകും? കയ്യിലൊരു മൊബൈൽ ഫോണും സ്വിഗ്ഗിയുടെ ആപ്പ് ഉണ്ടെങ്കിൽ എന്തോ എളുപ്പ. ഈ കാലത്ത് ആൾക്കാർ പട്ടിണികൾക്ക് ടീച്ചർ പൊട്ടത്തിനെ പറഞ്ഞേ ടീച്ചറെ കുടിക്കില്ലേ. അപ്പൊ ടീച്ചർ പറഞ്ഞു മക്കളെ അതൊരു ഭാഗം. പിന്നെ ഈ വസ്ത്രമില്ലാത്ത ആൾക്കാർ, കുട്ടി പറഞ്ഞു ടീച്ചർ സുഡിയോയിലൊക്കെ ഓഫറിലൊക്കെ വരാറില്ല, ഒന്നും തോന്നുന്നില്ല. സുഡിയോ നിങ്ങൾക്കെത്തില്ലേ? നിങ്ങൾക്കെന്താ സുഡിയോ? സുഡിയോ നോക്കി നിങ്ങളൊക്കെ ന്യൂജന ഉണ്ടല്ലേ. അപ്പൊ കുട്ടിക്ക് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു അവസ്ഥയിലുള്ള നമ്മുടെ കുട്ടി ഇതൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കുട്ടി കണ്ടത് ഒരു ആൽഫ ജനറേഷനും ബീറ്റ ജനറേഷനും ഒക്കെ കണ്ടത് ഈ ആധുനിക ലോകമാണ്. ഇതിനോട് നമ്മൾ മുരണം കൊണ്ടൊരു കാര്യമില്ല. കുട്ടിയെ ചേർത്ത് പിടിക്കുക, ഈ കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം സ്നേഹപൂർവ്വം കുട്ടിയുടെ അടുപ്പം കാണിച്ചു കൊടുക്കുക. ഏറ്റവും ഫ്രണ്ട്ലി ആയി കുട്ടിയോട് സൗഹൃദത്തിൽ കുട്ടിയോട് പെരുമാറുന്നവരെ മാത്രമേ കുട്ടികൾ ചേർത്ത് പിടിക്കൂ. അവിടെ പാരന്റ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനം മക്കളുമായി ഏറ്റവും നല്ല ഒരു ബന്ധമുണ്ടാക്കുക, ഒരു സുഹൃത്ത് ബന്ധമുണ്ടാക്കുക. എന്തും നിങ്ങൾക്ക് ആ സുഹൃത്ത് ബന്ധത്തിലൂടെ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ കഴിയും. കുട്ടികൾക്ക് ലോകം കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് അറിവ്. സുംബ ഡാൻസ് അല്ലെ വന്നു, നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം, എവിടെ എത്തുക, നിങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയണം.
ആൺ പെൺ സൗഹൃദം നമുക്ക് ബോധ്യപ്പെടുത്തണം. നമ്മളെല്ലാ പ്രോഗ്രാമിലും ഈ ബോധ്യപ്പെടുത്തലുകളാണ് നടത്തുക. ഒരു ഉമ്മയും പപ്പയും ഇതേ അവസ്ഥയിൽ കാണും കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ കാര്യം എന്താ, ഈ മക്കളുടെ കൂടെ നിങ്ങൾ ചെലവാക്കേണ്ടത്, മക്കൾക്ക് വേണ്ടി ചെലവാക്കേണ്ടത് പണം അല്ല, സമയമാണ്. കുട്ടിക്ക് ഏറ്റവും ആവശ്യം ആ സമയമാണ്. ഒന്നാമത്തെ കാര്യം ചേർത്ത് പിടിക്കലാണ്, രണ്ടാമത്തെ കാര്യം സൗഹൃദമാണ്, മൂന്നാമത്തെ കാര്യം എന്താ സമയം നൽകലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിവസം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രിയിലെ ഭക്ഷണം ഒരുമിച്ചിരുന്ന് ഭർത്താവും ഭാര്യയും മക്കളും കൂടി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ വീട്ടിലെ സോഫയിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കി വെച്ച് ഒരുമിച്ചൊന്നിരിക്കണം. ദിവസവും പറ്റുമെങ്കിൽ നല്ലതാണ്. അവിടെയാണ് ജീവിതം. ദിവസം പറ്റില്ലേ? എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളുണ്ടല്ലേ. ചിലപ്പോൾ നേരം വൈകി വരുന്നവരൊക്കെ ഉണ്ടാവും. പറ്റില്ലേ? ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരുമിച്ചിരിക്കാൻ സമയം കണ്ടെത്തണം. ഒരുമിച്ചിരിക്കാൻ ഒരു സമയം ആഴ്ചയിൽ ഒരിക്കൽ. എപ്പോ? വീട്ടിനകത്ത്. അപ്പൊ ആഴ്ചയിൽ ഒരിക്കലായിരിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ ഇരിക്കണം. ഇതിന് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം, ഉപദേശിക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ വാപ്പാന്റെ ഉപദേശം വലിയ വരെ കുട്ടികൾ സംസാരിക്കണം. സ്കൂളിലെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ഇനി എന്ത് ചെയ്ത് 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഭാര്യ ജോലി ചെയ്യാത്ത ഭാര്യയാണെങ്കിൽ, ഇതിനർത്ഥം പുറത്തു പോയിട്ട് ജോലി ചെയ്യാത്ത ഭാര്യയാണെങ്കിൽ, പുറത്തകത്തല്ല, ചെയ്യാത്ത ഭാര്യയാണെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഭാര്യയും മക്കളെയും കൊണ്ട് നിങ്ങൾ പുറത്ത് കൊണ്ടുപോകണം. അപ്പൊ വലിയൊരു ടൂറൊന്നും വേണ്ട, ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. വൈഫും കംഫർട്ടബിൾ ആവും, മക്കളും കംഫർട്ട്. ആ പുറത്തിറങ്ങുന്ന സമയത്ത് ബിസിനസ്സും ഫോണും കാര്യങ്ങളും ഒക്കെ ഏറ്റവും മിനിമൈസ് ചെയ്യുക. എന്നിട്ട് അവരോട് കൂടുതൽ സമയം ചെലവഴിച്ച് നടക്കാനും, ഒരു ഷോപ്പിംഗ് മാളിലൂടെ, നിങ്ങൾ ലുലു ഒക്കെ തുടങ്ങി കോഴിക്കോട് അല്ലെ, എത്ര വണ്ടി ഉണ്ടാവുന്നത് അവിടെ പോയി നോക്കിയാല് ആൾക്കാര്. പക്ഷെ അതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ബില്ല് നോക്കിയാൽ സാധനം വാങ്ങി വെക്കാൻ വളരെ കുറവായിരിക്കും. അപ്പൊ ഈ ആൾക്കാരൊക്കെ വന്നതിനാ ഈ കുട്ടികളെ കൊണ്ടെങ്കിൽ നടക്കുക. ആ നടക്കുമ്പോൾ ഇങ്ങനെ വർത്തമാനം പറയാ, കാര്യങ്ങൾക്ക് സൗഹൃദത്തിൽ ഇങ്ങനെ പോകാൻ കഴിയിട്ട് വർത്തമാനം പറയാം. ഒരു 5 രൂപ ഐസ്ക്രീമും 10 രൂപ ഐസ്ക്രീമും വാങ്ങി കൊടുത്ത് ഹാപ്പിയായി അല്ലേ, ഭാര്യയ്ക്ക് ഒന്ന് കംഫർട്ടബിൾ ആയി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഞാനിപ്പോ എത്ര കാര്യങ്ങൾ പറഞ്ഞു നോക്കും. ഇതൊക്കെ പുതിയ പാരന്റിങ്ങിന്റെ അടിസ്ഥാനം. അടുത്തൊരു കാര്യം മോഡലിംഗ് എന്ന് പറയും. മോഡലിംഗ്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു മോഡൽ വേണം. നിസ്കരിക്കുക ബാപ്പ നിസ്കരിക്കലും കാണില്ല, ഉമ്മ നിസ്കരിക്കലും കാണില്ല, കുട്ടി എങ്ങനെ നിസ്കരിക്കുന്നു? അപ്പൊ നമ്മൾ കുട്ടിക്ക് ഒരു മോഡലാവണം. ഉമ്മനെ നോക്കണം, ബാപ്പനെ നോക്കണം, എന്നൊരു മോഡലാവണം. എന്നിട്ടോ ബാപ്പ കൊണ്ടുവരും, ബാപ്പ ഇനി കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരും. മുന്നിലിരുത്തിട്ട് ഞാൻ ചോദിക്കുക എന്താ പ്രശ്നം? അപ്പൊ ബാപ്പ പറയും, ബാപ്പ ഇനിയൊക്കെ പറയും, സാറൊന്നും പറയണ്ട, ഭയങ്കര ദേഷ്യ, എന്താ പൊട്ടിത്തെറിക്കുന്നു. അപ്പൊ ഞാൻ പറയും, ആ ഭയങ്കര ദേഷ്യം പറയാം, ഒന്നും പറയണം. അപ്പൊ ഞാൻ ആ കുട്ടികളോട് പറയും, മോൻ പുറത്തിരിക്കും, ബാപ്പി മാറ്റി. അപ്പൊ ഞാൻ ചോദിക്കും, നിനക്ക് ദേഷ്യം ആരോടാ ചോദിക്കുക? വാർത്തനോട്. ഉത്തരം പറയാം, ഉമ്മയാണ്. ഉണ്ടോന്നോ? ഞാൻ സഹിക്കാം. എന്റെ അപ്പൊ ഞാൻ ബാപ്പനോട് ചോദിക്കും, ഉമ്മക്ക് ദേഷ്യം ഉണ്ടോന്ന്? ആ പറയാം. അപ്പൊ ഇത് രണ്ടും ദേഷ്യമുണ്ട് അല്ലേ? ടാങ്കിലുള്ളതല്ലേ പൈപ്പിൽ. അപ്പൊ ഈ കുട്ടിക്ക് എവിടെ ദേഷ്യം കിട്ടി? നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്, അപ്പുറത്തെ വീട്ടിലെ വീരാക്കന്റെ സ്വഭാവം എന്റെ കുട്ടിക്ക് കിട്ടാൻ ഏറ്റവും നടക്കുന്ന കാര്യമില്ലല്ലോ, എന്റെ കുട്ടിക്ക് സ്വഭാവം കിട്ടുക അപ്പോ ഇല്ല. അപ്പൊ ഈ രണ്ടാൾക്കും ദേഷ്യമുണ്ട്. ഈ രണ്ടാൾക്കും ദേഷ്യമുള്ളത് പാരമ്പര്യമായിട്ട് കുട്ടിക്ക് കിട്ടും. ഈ രണ്ടുപേരും ദേഷ്യം പിടിക്കുന്നത് കണ്ടാൽ ആ എൻവിയോൺമെന്റ് കുട്ടി കാണുമ്പോ അത് കുട്ടി കിട്ടും. അപ്പൊ പിന്നെ ആരാ ഉണ്ടാക്കേണ്ടത്? കുട്ടിയാണോ തന്തനാണോ തളരാണോ തന്നെ? അതുണ്ടാക്കുമ്പോൾ ശ്രമിക്കില്ല. അങ്ങനെ നോക്കണ്ട, ഞങ്ങളെന്തെങ്കിലും പോയിക്കോളും. കാരണം എന്താ, ഈ പെണ്ണ് അയാളെ സഹിക്കാൻ തീരുമാനിച്ചു, അയാൾ ഓനെ സഹിക്കാൻ തീരുമാനിച്ചു, നമ്മളിങ്ങനെ പോയിക്കോളും. പക്ഷെ കുട്ടികളോ വണ്ടി ഓടിച്ചു പോകുമ്പോ മുന്നിലേക്ക് കയറി വരുന്ന ഒരു കാറുകാരൻ മുന്നിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മള് ഗ്ലാസുകൾ താത്തും. പിന്നെ നമ്മൾ എന്താ, ആ തെരുവൊന്നും കേൾക്കാൻ പറ്റില്ല. കുട്ടികളെ പഠിക്കുന്നുണ്ട്. ഈ കുട്ടി പഠിക്കാണ്, കണ്ട് പഠിക്കാണ്. എന്താ പഠിക്കണേ? ഇങ്ങനെയാണ് ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത്. ഇനി ഈ കുട്ടി നാളെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു കാർ മുമ്പ് എന്നാലോ ആപ്പന്റെ പണി കൊടുക്കൂലേ? ഡോറിൽ തുറന്നിറങ്ങിയിട്ട് പറയില്ല തെറിയാൻ പഠിച്ചിട്ട് അതൊക്കെ പഠിപ്പിച്ചിട്ട് നമ്മള് തടിക്ക തെറ്റി സ്കാനൊക്കെ വെച്ച് നമ്മൾ മുട്ടിക്കാം അല്ലേ? അപ്പൊ കുട്ടി എന്താ കണ്ടത്? കാറ് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോ പാപ്പ ക്ഷമിച്ചു. അപ്പൊ കുട്ടി കണ്ടു ക്ഷമിക്കാം അല്ലേ? ഉമ്മ ദേഷ്യപ്പെടുത്തപ്പോ പാപ്പ ക്ഷമിക്കാം. ഇങ്ങനൊരു സാധനം ഉണ്ട് അല്ലേ? ഈ സാധനം എന്താ കുട്ടി കാണേണ്ടി? അതിന് വേണം മോഡലിംഗ്.
ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ കൂളായി കൈകാര്യം ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഉമ്മങ്ങിട്ട് ബേജാറായി ആകെ കുടുങ്ങി കിടന്ന് കുട്ടി കാണുക അങ്ങനെയല്ലേ പ്രശ്നത്തിൽ അടുത്ത പരീക്ഷ പരീക്ഷ കുട്ടി അതേ വരുന്നുണ്ട്. ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കണമെന്ന് പോത്തൊരു വെൽപ്പള്ളങ്ങളല്ലേ കണ്ടുകൊണ്ടിട്ട് കുട്ടിക്ക് അല്ലെ? എന്നിട്ട് കുട്ടിക്ക് അപ്പുറത്തെ ഒരാളെ സമാകണം വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ മോഡലാവണം, എല്ലാറ്റിനും കുട്ടിക്ക് ഒരു മോഡലാവണം. എങ്ങനെയാണ് സൗമ്യമായി പെരുമാറേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ട് റസൂൽ കാണിച്ചു തന്നതായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പുഞ്ചിരിക്കാൻ റസൂൽ പഠിപ്പിച്ചു. ഒരു പ്രശ്നത്തെ പുഞ്ചിരി കൊണ്ട് എങ്ങനെ നേരിടാം? ഏത് കഠിന സാഹചര്യത്തെയും അള്ളാനെ തവക്കൽ കൊണ്ട് എങ്ങനെ നേരിടാം? നമ്മൾ ഭയങ്കര നിസ്കാരം വരുന്നു അമ്മ എന്തേ പ്രശ്നം വരുമ്പോഴേക്ക് അല്ലെ? ആകെ ആൻസൈറ്റി വന്ന് കുടുങ്ങി തൊലിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഭക്ഷണം ഉണ്ടാക്കാൻ പോലും എണീക്കാൻ പറ്റാത്തമാരുണ്ട് ഇപ്പോ, ടെൻഷൻ അടിച്ചിട്ട്. ഇതിൽ ബാപ്പ പോയി കണ്ട് ചപ്പാത്തി കമ്പനി വാങ്ങിക്കൊണ്ടിരിക്കുക. കുട്ടി എന്താ മനസ്സിലാക്കേണ്ടത്? ധീരം കൊണ്ടൊരു മനുഷ്യന് കിട്ടേണ്ടത് ഈ കംഫർട്ടാണ്. ധീരം കൊണ്ടൊരു മനുഷ്യന് കിട്ടേണ്ടത് ഈ സാധനമാണ്. ഇത് കുട്ടിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് ബോധ്യപ്പെടുത്തുമ്പോഴാണ്, മോഡൽ ആക്കുമ്പോഴാണ് കുട്ടി കണ്ടുപഠിക്കുക. കേട്ടോ, ക്യാമറ കണ്ണുകൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ബോർഡ് എഴുതി വെച്ച പോലെ മക്കൾ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നു എന്ന് നിങ്ങൾ വീട്ടിനകത്തും ബോർഡിൽ വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഡീസന്റ് ആവണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക അച്ഛാൻ തെറിയും വീട് എന്നിട്ട് നമ്മൾ പറയാം നീ ക്ഷമയുള്ളവനാണ് അങ്ങനെ നടക്കും. അപ്പൊ മോഡലാണ്. അപ്പൊ പുതിയ തലമുറയിലെ കുട്ടിയെ വളർത്താനുള്ള തന്ത്രങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ലെ?